أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരീ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സർവലോകരക്ഷിതാവായ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ യഥോചിതം പാലിച്ച് ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും ആത്മാർത്ഥതയും തഖ്വയും കൈവിടാതെ സൂക്ഷിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു അവന്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമെന്ന് ഉറപ്പിക്കാവുന്ന ഒരു സൽക്കർമ്മത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഒത്തുചേർന്നിട്ടുള്ളത്. കർമ്മങ്ങൾ വിചാരണ ചെയ്ത് സ്വർഗനരകങ്ങൾ തീരുമാനിക്കപ്പെടുമ്പോൾ നമുക്ക് സ്വർഗം വാങ്ങിത്തരുന്ന ഒരു അമലായി ഈ കുടുംബ വിജ്ഞാന വേദിയിലുള്ള നമ്മുടെ ഈ ഇരുത്തത്തെ അല്ലാഹു പരിഗണിക്കുമാറാകട്ടെ. കഴിഞ്ഞ 9ഓളം വർഷങ്ങളിലായി വിവിധ വിഷയങ്ങൾ വ്യത്യസ്ത വ്യക്തികൾ വിശദീകരിച്ചുകൊണ്ട് എല്ലാ മാസവും ആദ്യ തിങ്കളാഴ്ച ഇതുപോലുള്ള കുടുംബ വിജ്ഞാന വേദികൾ
ഈ സഭാഹാളിൽ സംഘടിപ്പിച്ചു വരികയാണ്. സഹോദരങ്ങളെ, ഒരു മുസ്ലിം ഏറെ ഗൗരവമായി മനസ്സിലാക്കേണ്ടുന്ന ഒരു വിഷയമാണ് വിശദീകരിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഇസ്ലാമിക ഭവനം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന വിഷയം ഏറെ പഠനത്തിനും ചിന്തക്കും വിഷയീഭവിക്കേണ്ടുന്ന ഒരു ഏരിയയാണ്. സഹോദരങ്ങളെ, ഒരു വീടുണ്ടാവുക എന്നത് അല്ലാഹു മനുഷ്യർക്ക് നൽകിയ അനേകമായിരം അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് എന്നതിൽ നമുക്കിടയിൽ തർക്കമുണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ പലരുടെയും സംസാരത്തിൽ പലപ്പോഴായി നിഴലിച്ചു നിൽക്കുന്ന ഒരു കാര്യമാണ് ഒരു വീടുണ്ടാക്കണം എന്നത്. തനിക്കൊരു വീടുണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നത് സങ്കടത്തോടുകൂടി പലരും പങ്കുവെക്കാറുണ്ട്. വിദേശ രാജ്യങ്ങളിൽ 10-15 വർഷമായി ജോലി ചെയ്യുന്ന, 2 വർഷത്തിൽ ഒരിക്കൽ ഒരു മാസത്തെ ലീവിന് വരുന്ന, തന്റെ ഭാര്യയെയും മക്കളെയും ഒരു നോക്ക് കാണാൻ പോലും കഴിയാതെ ബുദ്ധിമുട്ടുന്ന, തന്നെ പ്രസവിച്ച മാതാവിനെയും തനിക്ക് ജന്മം നൽകിയ പിതാവിനെയും ഒന്ന് പരിപാലിക്കാൻ പോലും സാധിക്കാതെ വിദേശ രാജ്യങ്ങളിൽ കഠിനാധ്വാനം ചെയ്യുന്ന പലരും, എന്താ നിങ്ങൾക്ക് നാട്ടിൽ വിദേശ ജോലി നിർത്തി വരാനായില്ലേ എന്ന് ചോദിക്കുമ്പോൾ, എനിക്കൊരു വീട് വെച്ചിട്ടില്ല, അതല്ലെങ്കിൽ എന്റെ വീടിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടില്ല, അതുമല്ലെങ്കിൽ ഞാൻ നിർമ്മിച്ച വീടിന്റെ കടം തീർന്നിട്ടില്ല എന്നിങ്ങനെ പരാതി പറയുന്നത് ഒരുപക്ഷെ നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാകും. സഹോദരങ്ങളെ, രാപ്പകൽ ഭേദമന്യേ അധ്വാനിക്കുന്ന പട്ടിണിപ്പാവങ്ങൾ, മലമടക്കുകളിൽ പ്രയാസപ്പെടുന്നവർ, ഇവരുടെയൊക്കെ ജീവിതത്തിലെ വലിയ ആഗ്രഹമാണ് ഒരു വീടുണ്ടാകണം എന്നത്. പക്ഷേ പലപ്പോഴും നല്ല ഒരു വീട്ടിൽ താമസിക്കുന്ന പലരും വീട് എന്ന അനുഗ്രഹത്തിന്റെ മഹത്വവും പ്രാധാന്യവും വിസ്മരിച്ചു പോകുന്ന ഖേദകരമായ കാഴ്ചകളാണ് ഇന്ന് സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊട്ടാര സമാനമായ വീടുകളിലേക്ക് നോക്കി വീടിന് ചുറ്റും കെട്ടിപ്പടുത്ത മതിലിന്റെ ഭംഗി കണ്ട് തനിക്ക് വീട് വലുതാക്കാൻ സാധിച്ചില്ലല്ലോ എന്നും തന്റെ വീടിന് ചുറ്റും ഒരു മതിലില്ലല്ലോ എന്നുമൊക്കെ സങ്കടപ്പെടുകയും റബ്ബ് നൽകിയ അനുഗ്രഹത്തെ മറന്നു പോവുകയും ചെയ്യുന്നവർ പ്രവാചക വചനം മറന്നുപോകാൻ പാടില്ല. നബിയുന വഹബീബുന വസയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗകകും ഫഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തല്ലാഹി അലൈക്കും. നിങ്ങൾ നിങ്ങളെക്കാൾ താഴ്ന്നവരിലേക്ക് നോക്കണം, നിങ്ങളെക്കാൾ മുകളിലുള്ളവരിലേക്ക് നിങ്ങൾ നോക്കല്ല. ഫഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തല്ലാഹി അലൈക്കും. അതാണ് നിങ്ങൾക്ക് അല്ലാഹു ചെയ്ത അനുഗ്രഹത്തെ നിസാരമായി കാണാതിരിക്കാൻ, അല്ലാഹു എന്നെ വല്ലാതെ അനുഗ്രഹിച്ചിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടാൻ ഏറ്റവും ഗുണകരമായത് അതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. കണ്ണുള്ളവന് കണ്ണിന്റെ വിലയറിയുന്നില്ല, എന്നിട്ട് പലതും അവൻ ആഗ്രഹിക്കുന്നു, പലതും അവൻ ചിന്തിക്കുന്നു. എന്നാൽ കണ്ണില്ലാത്തവനെ കണ്ണിന്റെ വിലയറിയുകയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ, വീടില്ലാത്ത ചോർന്നൊലിക്കുന്ന വീടുള്ള
കയറിക്കിടക്കാൻ ഒരു ഇടമില്ലാതെ പ്രയാസപ്പെടുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ എന്നത് നമ്മൾ മറന്നു പോകരുത്. ഈ കടയൊന്ന് അടച്ചിരുന്നെങ്കിൽ, ഈ കടക്ക് മുന്നിലുള്ള ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്തിരുന്നെങ്കിൽ, എന്റെ കയ്യിലുള്ള പേപ്പർ വിരിച്ച്, എന്റെ കയ്യിലുള്ള വിരിപ്പ് വിരിച്ച് ഇന്നിവിടെ അന്തിയുറങ്ങാമായിരുന്നു എന്ന് ചിന്തിക്കുന്ന, ആഗ്രഹിക്കുന്ന നൂറുകണക്കിന് ആളുകളുണ്ട് നമ്മുടെ കേരളത്തിൽ എന്നത് പ്രിയമുള്ളവരെ നമ്മൾ മറന്നു പോകാൻ പാടില്ല. രാവും പകലും ഒരുപോലെ എങ്ങോട്ട് പോകണമെന്നറിയാതെ, എവിടെ ചെന്ന് കിടക്കണമെന്നറിയാതെ ഊരു ചുറ്റുന്ന എത്രയോ ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ എന്നതും നമ്മൾ മറന്നു പോകരുത്. പലപ്പോഴും നമ്മുടെ കേരളത്തിലെ മുസ്ലിമീങ്ങൾ അടക്കമുള്ള ആളുകളുടെ ജീവിത രീതി പരിശോധിക്കുമ്പോൾ ജീവിതാധ്വാനത്തിന്റെ 3/4 ഭാഗവും ഒരു വീട് നിർമ്മിക്കുന്നതിനു വേണ്ടി ചെലവഴിക്കുകയും പിന്നീട് അത് മോടി പിടിപ്പിക്കുകയും അതിന്റെ പേരിൽ വരുന്ന കടം തീർക്കാനാകാതെ ബുദ്ധിമുട്ടുകയും ചെയ്യുന്ന എത്രയെത്ര കുടുംബങ്ങൾ സ്വന്തം വീട് വിറ്റ് പോകേണ്ടി വന്നിട്ടുണ്ട് എന്നതും ഗൗരവമായി ഈ വിഷയത്തിന്റെ ഒരു ആമുഖം എന്ന നിലക്ക് സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഇസ്ലാമികമായി ഒരു ഭവനമായിരിക്കണം എന്റെ വീട് എന്ന് ചിന്തിക്കുന്ന നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടുന്ന ചില നിയമങ്ങളും നിർദ്ദേശങ്ങളും ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ ഓർമ്മപ്പെടുത്താൻ കാതലായ ചില വശങ്ങൾ മർമ്മഭാഗങ്ങളിലൂടെ അവതരിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു അതിന് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെ അള്ളാഹു മനുഷ്യന് നൽകിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹം തന്നെയാണ് വിശാലമായ ഒരു വീടുണ്ടാവുക എന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു, വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സക്കന. തീർച്ചയായും അല്ലാഹു നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾക്ക് സമാധാനം കണ്ടെത്തിയിട്ടുണ്ട്, നിങ്ങൾക്ക് സമാധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അല്ലാഹു പറയുന്നു. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ തന്റെ ജീവിതയാത്രക്കിടയിൽ എവിടെയൊക്കെ പോയി എത്തിപ്പെട്ടാലും അവന്റെ ആവശ്യം കഴിഞ്ഞ ഉടനെ സ്വന്തം വീട്ടിലേക്ക് കുതിച്ചെത്തണമെന്ന്, ധൃതിയിൽ മടങ്ങണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന അധ്യാപനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നല്ലൊരു അയൽവാസിയും യാത്ര ചെയ്യാൻ ഉതകുന്ന ഒരു വാഹനവും വിശാലമായി തനിക്ക് പാർക്കാൻ പറ്റുന്ന ഒരു വീടുമുണ്ടെങ്കിൽ അത് ഭൗതിക ജീവിതത്തിലെ സൗഭാഗ്യങ്ങളിലെ ഒരു സൗഭാഗ്യമാണ് എന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. സഹോദരങ്ങളെ, നമ്മൾ ഒരു വീട് നിർമ്മിക്കുമ്പോൾ ആ വീടിലെ ഓരോ അംഗങ്ങളും നമ്മുടെ ബാധ്യതയ്ക്ക് കീഴിലാണ്. ഓരോരുത്തരും സ്വർഗാവകാശികളാകാൻ ഉതകുന്ന നിലക്ക് നമ്മുടെ വീട്ടിൽ താമസിക്കേണ്ടതുണ്ട്. അതിനെന്താണ് നാം ശ്രദ്ധിക്കേണ്ടത്? അതൊരു ബാധ്യതയായി വിശുദ്ധ ഖുർആൻ നമ്മെ ഏൽപ്പിച്ചു. വിശുദ്ധ ഖുർആനിലെ 66-ാം അധ്യായം സൂറത്തു തഹ്രീമിലെ 6-ാമത്തെ വചനം പലവരും ഞാനും നിങ്ങളും കേട്ടതാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വാസികളെ, ഖൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ ദേഹങ്ങളെ, സ്വദേഹങ്ങളെ കാത്തുകൊള്ളുക, കാത്തുരക്ഷിക്കുക. വഅഹ്ലീകും, നിങ്ങളുടെ ഭാര്യ സന്താനങ്ങൾ അടങ്ങുന്ന കുടുംബത്തെയും നിങ്ങൾ കാത്തുകൊള്ളുക. നാറ, നരകത്തീയിൽ നിന്ന് എന്ന് ഖുർആൻ പഠിപ്പിച്ചു. എന്നിട്ട് ആ നരകത്തിന് കാവൽ നിൽക്കുന്ന മലക്കുകൾ പരിശസ്വഭാവികളും കഠിന ഹൃദയം പേറുന്നവരും അള്ളാഹുവിന്റെ കൽപ്പനകൾക്കൊരിക്കലും എതിര് പ്രകടിപ്പിക്കാത്തവരും അള്ളാഹു പറയുന്നതെന്തും അതേപടി അനുസരിക്കുന്നവരുമായ മലക്കുകളാണ് എന്ന് പറയുകയും ആ നരകത്തിൽ മനുഷ്യരും കല്ലുകളും ഇന്ധനമായി കത്തിക്കപ്പെടുമെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് താക്കീത് നൽകുകയും ചെയ്തു. സഹോദരങ്ങളെ, ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നവരായി മാറണം ഞാനും എന്റെ കുടുംബത്തിലെ അംഗങ്ങളും. നമ്മൾ ഓരോരുത്തരും ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നവരായി മാറണം. അതിനെന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഒന്നാമതായി, ഒരു വീട് നിർമ്മിക്കുമ്പോൾ അതിന് അനുയോജ്യമായ ഒരു സ്ഥലമായിരിക്കണം നാം തിരഞ്ഞെടുക്കേണ്ടത് എന്നതാണ്. എന്താണ് അനുയോജ്യമായ സ്ഥലം എന്നത്? വിശുദ്ധ ഖുർആനിലോ പ്രവാചക വചനങ്ങളിലോ ഇന്ന സ്ഥലത്തെ വീട് വെക്കാവൂ എന്ന്, ഇത്ര അളവിലുള്ള സ്ഥലത്തെ വീട് വെക്കാവൂ എന്ന് പ്രത്യേകം നിർദ്ദേശമൊന്നും
നമുക്ക് കാണാൻ കഴിയില്ല. എന്നിരുന്നാലും വായു സഞ്ചാരമുള്ള നല്ല അയൽവാസികൾ ലഭ്യമാകുന്ന, വെള്ളം ലഭ്യമാകുന്ന ഒരു സ്ഥലമാണ് വിശ്വാസി എന്ന നിലക്ക് ഒരു മനുഷ്യൻ ആത്യന്തികമായി തെരഞ്ഞെടുക്കേണ്ടത്. നല്ല അയൽപ്പക്കമുള്ള ഒരു സ്ഥലം, തന്റെ ആദർശവും തന്റെ ദീനും കളഞ്ഞു കുളിക്കാത്ത ഒരു പ്രദേശമായിരിക്കണം ഒരു മുസ്ലിം തെരഞ്ഞെടുക്കേണ്ടത് എന്നതിൽ യാതൊരു തർക്കവുമില്ല. അതോടൊപ്പം തന്നെ ഒരു വീട് നിർമ്മിക്കുമ്പോൾ പ്രിയമുള്ളവരെ, അല്ലാഹുവിനെ ഏൽപ്പിച്ചുകൊണ്ട് അവനിൽ തവക്കുലാക്കിക്കൊണ്ട് ഇതിന്റെ പൂർത്തീകരണം റബ്ബേ നിന്റെ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഓരോരുത്തരും ഒരു വീട് നിർമ്മാണം ആരംഭിക്കേണ്ടത്. സുഹൃത്തുക്കളെ, നമുക്ക് താങ്ങാനാവുന്ന ഹലാലുകളിലൂടെ സമ്പാദിച്ചവ മാത്രം ഉപയോഗിച്ചാണ് നാം വീട് നിർമ്മിക്കേണ്ടത്. പല ആളുകളും ഒരു വീട് നിർമ്മിക്കുമ്പോൾ തന്നെ, അതല്ലെങ്കിൽ അതിനൊരു സ്ഥലം വാങ്ങുമ്പോൾ തന്നെ, അതിന് കുറ്റിയടിക്കുമ്പോൾ തന്നെ അല്ലാഹു ഇഷ്ടപ്പെടാത്ത ഏറ്റവും ചെറിയ പലിശയുടെ ഇനം സ്വന്തം മാതാവിനെ വ്യഭിചരിക്കലാണ് എന്ന് പഠിപ്പിച്ച പ്രവാചക വചനങ്ങളെ തിരസ്കരിച്ച് പലിശക്ക് പണം കടം വാങ്ങി വീട് നിർമ്മാണം ആരംഭിക്കുന്നവർ അവിടെ തന്നെ അതിന്റെ ബറക്കത്ത് നഷ്ടപ്പെടുത്തുന്നു എന്ന് സാന്ദർഭികമായി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ച എന്റെ വീടിന്റെ നിർമ്മാണം ഒരു 10 വർഷം നീണ്ടാലും എന്റെ റബ്ബിന് ഇഷ്ടപ്പെടാത്ത, എന്റെ പ്രവാചകൻ വിലക്കിയ ഹറാമിന്റെ ഒരു തരിമ്പും എന്റെ വീട് നിർമ്മാണത്തിൽ എനിക്ക് ആവശ്യമില്ലെന്ന് ഈമാനുള്ളവരെ നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കേണ്ടതുണ്ട്. അവിടെ നല്ല ഒരു വീട് നിർമ്മിക്കാൻ നാം ഉദ്ദേശിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഏതൊരു പ്രവർത്തനവും റബ്ബിന്റെ നാമത്തിൽ ആരംഭിക്കുന്നതിൽ നിങ്ങൾക്ക് ബറക്കത്തുണ്ട് എന്ന്. ഏതൊരു നന്മയും അല്ലാഹുവിന്റെ നാമത്തിലാണ് നിങ്ങൾ ആരംഭിക്കേണ്ടത് എന്ന് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മാത്രവുമല്ല, ആ വീടിന്റെ നിർമ്മാണം പൂർത്തിയായാൽ നമ്മളൊക്കെ പലപ്പോഴും ബോർഡ് എഴുതി വെക്കും, ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെന്റെ റബ്ബിന്റെ ഔദാര്യമാണ് എന്ന്. ഇസ്ലാം അവിടെ തിരുത്തുകയാണ്. വിശുദ്ധ ഖുർആൻ നമ്മെ അതിൽ നിന്ന് തിരുത്തുകയാണ്. എന്താണ് ഖുർആനിന്റെ പ്രയോഗം? ഹാദാ മിൻ ഫദ്ലി റബ്ബി ലിയബ്ലുവനി അഅശ്കുറു അം അക്ഫുറു. ഇത് നമ്മുടെ മനസ്സിൽ കല്ലിൽ കൊത്തിവെച്ചതുപോലെ ഉണ്ടാകണം. എന്താണ് നാം ഏതൊരു നന്മയും പൂർത്തിയായി കഴിഞ്ഞാൽ, ഒരു വീട് നിർമ്മിച്ചാൽ, ഒരു വീട്ടിലേക്ക് പുതിയ താമസം മാറ്റാൻ നമുക്ക് സാധിച്ചാൽ, അത് മറ്റുള്ളവരെ അറിയിക്കുമ്പോൾ, അതിനുവേണ്ടി ക്ഷണിക്കുമ്പോൾ നമ്മുടെ മാനസികാവസ്ഥ എന്താകണം? ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെന്റെ റബ്ബിന്റെ ഔദാര്യത്തിൽപ്പെട്ടതാണ്. എന്തിനാ എനിക്ക് വീട് റബ്ബ് തന്നത്? എന്റെ കഴിവുകൊണ്ട്, എന്റെ മഹത്വം കൊണ്ട് റബ്ബ് എനിക്ക് തന്നതല്ല, മറിച്ച് ലിയബ്ലുവനി, ഇത് എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അശ്കുർ അം അക്ഫുർ, ഞാൻ നന്ദി കാണിക്കുമോ, ഞാൻ നന്ദികേട് കാണിക്കുമോ? ഒരു വീടില്ലാത്ത കാലത്ത് പള്ളിയിൽ നടന്നുപോയി നമസ്കരിച്ച ഞാൻ, ഒരു വീടുണ്ടായപ്പോൾ വീട്ടിൽ നമസ്കരിച്ച് പള്ളിയിൽ പോയി ജമാഅത്ത് നിർവഹിക്കേണ്ട ഞാൻ അതിൽ നിന്നും മാറി നിൽക്കുകയാണോ എന്നെന്റെ റബ്ബ് എന്നെ പരീക്ഷിക്കുകയാണ്. ലിയബ്ലുവനി അശ്കുറു അം അക്ഫുർ, ഇത്തരം ഒരു സൗകര്യം ഏർപ്പെടുത്തി തന്ന എനിക്ക് നന്ദി കാണിക്കാൻ സാധിക്കുന്നുണ്ടോ, അതല്ല ഞാൻ നന്ദി കെട്ടവനാകുമോ എന്ന് എന്നെ പരിശോധിക്കാൻ എനിക്ക് അല്ലാഹു തന്ന സൗകര്യമാണ്, സംവിധാനമാണ് ഈ വീട് എന്ന് ഒരു വീട് നിർമ്മിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ ചിന്തിക്കേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. അതല്ലാതെ പല ആളുകളും പലരുടെയും മുന്നിൽ ഒരു വീടില്ലാത്ത ആവശ്യം പറയുന്നവർ വീട് നിർമ്മിച്ചു കഴിഞ്ഞാൽ പിന്നെ റബ്ബിനോടുള്ള ബന്ധം കുറഞ്ഞു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ഏതൊരു അനുഗ്രഹം പൂർത്തിയായി കഴിഞ്ഞാലും പ്രാർത്ഥിക്കാൻ നമ്മോട് ആവശ്യപ്പെട്ടത് അൽഹംദുലില്ലാഹ് അല്ലദീ ബിനിഅമതിഹി തതിമ്മുസ് സ്വാലിഹാത്ത്, അതെ, എനിക്ക് ഈ അനുഗ്രഹം പൂർത്തീകരിച്ചു തരുന്ന അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും എന്ന് പറയാൻ നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും, അവനാകുന്നു എന്റെ എല്ലാ നന്മകളും എനിക്ക് പൂർത്തീകരിച്ചു തരുന്നത് എന്ന് പറയാൻ വേണ്ടിയാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഓരോരുത്തർക്കും പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. മാത്രവുമല്ല, നല്ല അയൽവാസികളെ ആയിരിക്കണം നിങ്ങൾ ലക്ഷ്യം വെക്കേണ്ടത് എന്നാണ്.
നിങ്ങളൊരു പുതിയ സ്ഥലത്ത് വീട് നിർമ്മിച്ചാൽ നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഅവ്വദു ബില്ലാഹി മിൻ ജാരി സൂഇ ഫീ ദാരിൽ മഖാം. നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തുള്ള ചീത്ത അയൽവാസിയിൽ നിന്ന് നിങ്ങൾ അല്ലാഹുവിനോട് രക്ഷ തേടണം. കാരണം ഫഇന്നൽ ജാറൽ ബാദിയ യതഹവ്വലു അൻക. നിന്റെ അയൽവാസിക്കനുസരിച്ചായിരിക്കും നിന്റെ കുടുംബം, നിന്റെ ഭാര്യ, നിന്റെ സന്താനങ്ങൾ, അവരുടെ സ്ഥിതിഗതികൾ, അവരുടെ നയനിലപാടുകൾ. അത് അയൽപ്പക്കത്തിനനുസരിച്ച് മാറ്റം വരും. അയൽവാസിയിൽ നിന്ന് രക്ഷ തേടണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചതായി ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ അൽ അദബുൽ മുഫ്രദ് എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുകയാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ ഇസ്ലാമിക ഭവനം, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഭവനം ആയി നമ്മുടെ ഭവനം മാറണമെങ്കിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് ഗ്രന്ഥങ്ങൾ രചിച്ചതുപോലും നമുക്ക് കാണാൻ കഴിയും. അർബഊന നസീഹ ലി ഇസ്ലാഹിൽ ബുയൂത്ത് എന്ന മുഹമ്മദ് സാലിഹ് അൽ മുനജ്ജിദ് ഹഫിളഹുള്ള രചിച്ച ഗ്രന്ഥം ആ വിഷയത്തിൽ ഏറെ ശ്രദ്ധേയമായ ഒരു ഗ്രന്ഥമാണ്. ഇസ്ലാമിക ഭവനം 40 ഉപദേശങ്ങൾ എന്ന പേരിൽ ഇൻസാഫ് പബ്ലിക്കേഷൻസ് മലയാളത്തിലേക്ക് പ്രസ്തുത പുസ്തകം ക്രോഡീകരിച്ചിട്ടുണ്ട്. അലി സഅദ് ബിൻ അലി അൽ ഖഹ്താനി റഹിമഹുള്ള രചിച്ചിട്ടുള്ള തർബിയത്തുൽ ഔലാദ് അലാ വഹി കിതാബി വസ്സുന്ന എന്ന ഗ്രന്ഥം ആ വിഷയത്തിൽ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. കൈഫ നുറബ്ബി ഔലാദന എന്ന മുഹമ്മദ് ജമീൽ സൈനു ഹഫിളഹുള്ള രചിച്ചിട്ടുള്ള ഗ്രന്ഥം ആ വിഷയത്തിൽ പ്രത്യേകം പഠനത്തിന് വിധേയമാക്കേണ്ടുന്ന ഒരു ഗ്രന്ഥമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ 3 ഗ്രന്ഥത്തിലും ഏറ്റവും അടിസ്ഥാനപരമായി ശ്രദ്ധിക്കാൻ അവർ പറയുന്ന ഒന്നാമത്തെ കാര്യം, നമ്മുടെ വീട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ കയറി വരുന്ന പെണ്ണ്, ഇണ നല്ലവളായിരിക്കണം എന്നതാണ്. സുഹൃത്തുക്കളെ, എന്റെയും നിങ്ങളുടെയും ഭവനം, വീട് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു വീടായി മാറണമെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് പുതുതായി കടന്നു വരുന്ന അംഗങ്ങൾ ഇസ്ലാമിക മര്യാദകൾ പാലിക്കുന്ന, മാന്യതകൾ വെച്ച് പുലർത്തുന്ന, ധാർമ്മിക മൂല്യങ്ങളും സദാചാര മൂല്യങ്ങളും സ്വീകരിക്കുന്ന വ്യക്തികളായിരിക്കണം. അതുകൊണ്ട് തന്നെ തന്റെ മകന് ഒരു പെണ്ണിനെ അന്വേഷിക്കുമ്പോൾ, തന്റെ അനുജന് ഒരു പെണ്ണിനെ നോക്കുമ്പോൾ, തനിക്ക് ഒരു പെണ്ണിനെ നോക്കുമ്പോൾ, ഇത് താൽക്കാലികമായി എന്റെ കണ്ണിന് പറ്റുന്ന, എന്റെ മനസ്സിന് കൺകുളിർമ നൽകുന്ന ഒരു പെണ്ണായാൽ പോരാ. ദീനുള്ള, പടച്ചവന് പേടിയുള്ള, ഭാവിയിൽ എന്റെ വീടും എന്റെ കുടുംബവും എന്റെ സന്താന പരമ്പരയെ നിലനിർത്തുന്നതിലും പ്രധാന പങ്ക് വഹിക്കുന്നവളാണ് കടന്നു വരുന്നത് എന്ന ബോധം ആ സമയത്ത് തന്നെ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നു, അദ്ദുനിയ കുല്ലുഹാ മതാ വഖൈറു മതാഇ ദുനിയ അൽ മർഅതു സ്വാലിഹ. ഈ ദുനിയാവ് മുഴുവൻ മനുഷ്യർക്ക് ആസ്വദിക്കാനുള്ള വിഭവമാണ്. ഈ ദുനിയാവിലെ ഏറ്റവും നല്ല വിഭവം അൽ മർഅതു സ്വാലിഹ, ദീനീ ബോധമുള്ള ഒരു പെണ്ണിനെ നേടാൻ സാധിച്ചാൽ അതാണ് ഏറ്റവും നല്ല വിഭവം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരുന്ന നമ്മുടെ ഇണ മാന്യതയുള്ള ഒരു പെണ്ണായി മാറുമ്പോഴാണ് ഭാവിയിൽ നമ്മുടെ വീട് ഇസ്ലാമീകരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന്
വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആൻ നമ്മോട് ആവശ്യപ്പെട്ടു, വഅൻകിഹു അൽ-അയാമ മിൻകും വസ്സാലിഹീന മിൻ ഇബാദിക്കും വഇമാഇക്കും. ഖുർആനിന്റെ 24-ാം അധ്യായം സൂറത്തുൻ നൂറിലെ 32-ാമത്തെ വചനം, നിങ്ങളിൽ മാന്യത വെച്ച് പുലർത്തുന്ന ഈമാനും തഖ്വയുമുള്ള പെണ്ണിനെ, ആണിനെ നിങ്ങൾ വിവാഹം കഴിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നു. മാത്രവുമല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, തുൻകഹുൽ മർഅതു ലിഅർബഇൻ. ഒരു പെണ്ണ് സാധാരണ സ്ഥിതിയിൽ 4 കാര്യങ്ങൾക്ക് വേണ്ടി വിവാഹിതയാകാറുണ്ട്. ലിമാലിഹ, അവളുടെ സമ്പത്ത് കണ്ട്, വലിഹസബിഹ, അവളുടെ തറവാടിന്റെ മഹത്വം കണ്ട്, വലി ജമാലിഹ, അവളുടെ ഭംഗി കണ്ട്, വലി ദീനിഹ, അവളുടെ മതബോധം നോക്കി. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫൽഫർ ബിദാത്തിദ്ദീൻ തരിബത്ത് യദാക്. നിന്റെ കയ്യിൽ മണ്ണ് പുരണ്ടാലും, നീ പ്രയാസപ്പെടേണ്ടി വന്നാലും, നീ അല്പം ബുദ്ധിമുട്ടിയാലും, 2 അറ്റം മുട്ടിക്കാൻ നീ ബുദ്ധിമുട്ടിയാലും, ദീനീ ബോധമുള്ള ഒരു പെണ്ണിനെ നേടിയെടുത്ത് നീ പരലോകത്ത് വിജയം കൈവരിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് ആവശ്യപ്പെടുകയാണ്. മാത്രവുമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങളിൽ ഏറ്റവും നല്ല സ്വത്ത് നേടിയെടുക്കുന്നവൻ ആരാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഖൽബൻ ശാക്കിറൻ, എന്തൊരു നന്മ ലഭിച്ചാലും ശുക്ർ കാണിക്കുന്ന ഒരു ഹൃദയമുള്ളവൻ. വലിസാനൻ സാക്കിറൻ, അല്ലാഹുവിനെ ഓർക്കുന്ന ദിക്ർ ചൊല്ലുന്ന ഒരു നാവുള്ളവൻ. വസൗജതൻ മുഅ്മിനതൻ തുഈനുഹു അലാ അംരിൽ ആഖിറ, പരലോക കാര്യങ്ങളിൽ തന്നെ സഹായിക്കുന്ന, തന്നെ സപ്പോർട്ട് ചെയ്യുന്ന, നന്മയിലേക്ക് തന്നെ പ്രേരിപ്പിക്കുന്ന, തിന്മ കണ്ടാൽ തന്നെ തിരുത്തുന്ന ഒരു പെണ്ണ്. ഇത് 3മാണ് ഒരു മുസ്ലിം നേടുന്ന ഏറ്റവും നല്ല സ്വത്ത് എന്നാണ്. ഖൽബുൻ ശാക്കിർ, അള്ളാഹുവിനെ ഓർക്കുന്ന ഒരു മനസ്സ്, ഹൃദയം. വലിസാനുൻ സാക്കിർ, അള്ളാഹുവിനെ ഓർക്കുന്ന ഒരു നാവ്. എന്നു മാത്രമല്ല, ദുനിയാവിന്റെ കാര്യത്തിൽ അല്ല, ദീനീ കാര്യത്തിൽ, പരലോക വിഷയത്തിൽ തന്നെ സഹായിക്കുന്ന ഒരു ഇണ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം എടുത്ത് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, അത് വലിയൊരു തൗഫീഖാണ്. തന്റെ ഭാര്യ തന്നെ അനുസരിക്കുന്നവളും, തന്റെ സന്താനങ്ങളെ മാന്യമായി വളർത്തുന്നവളും, തന്റെ അസാന്നിധ്യത്തിൽ തന്റെ സമ്പത്തും അവളുടെ സൗന്ദര്യവും അഭിമാനവും ഒക്കെ കാത്തു സൂക്ഷിക്കുന്നവളും ആവുക എന്നത് ഒരു തൗഫീഖാണ്. വിശുദ്ധ ഖുർആൻ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് പഠിപ്പിച്ചു തന്നപ്പോൾ അള്ളാഹു പറയുകയാണ്, വഅസ്ലഹ്നാ ലഹു സൗജഹു, അദ്ദേഹത്തിന് തന്റെ ഭാര്യയെ ഞാൻ നന്നാക്കി കൊടുത്തു. വലിയൊരു കാര്യമായിട്ട് ഖുർആൻ എടുത്തു പറയാണ്, ഭാര്യയെ ഞാൻ നന്നാക്കി കൊടുത്തു. നല്ലൊരു ഭാര്യയെ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നാം നൽകി എന്നത് ഒരു വലിയ പോരിശയായി, ഒരു വലിയ പ്രത്യേകതയായി വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുകയാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മുടെ ഭാര്യ നല്ലൊരു ഭാര്യയായി മാറണം. നമ്മുടെ ഭർത്താവ് നല്ലൊരു ഭർത്താവായി തീരണം. അതിനെന്താ ചെയ്യേണ്ടത്? ഒരാൾ വിവാഹിതനായാൽ തുടങ്ങേണ്ട മര്യാദകൾ അവൻ പാലിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ വിവാഹിതനായാൽ, നിങ്ങളുടെ ഭാര്യയെ ആദ്യമായി നിങ്ങൾക്ക് ലഭിച്ചാൽ നിങ്ങൾ പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ വ ഖൈറ മാ ജബൽതഹാ അലൈഹി, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരിഹാ വ ശർരി മാ ജബൽതഹാ അലൈഹി. വിവാഹം കഴിഞ്ഞവരെ, 2-3 മക്കളുള്ളവരെ, കുടുംബജീവിതത്തിലെ പ്രതിസന്ധികൾ പരാതി പറയുന്നവരെ, അള്ളാഹു പറഞ്ഞ ഈ മര്യാദ പാലിക്കാതെയാണ് നമ്മളിൽ ഒരാൾ വിവാഹിതനായിട്ടുള്ളത് എങ്കിൽ അവന്റെ കുടുംബത്തിൽ അനുഭവിക്കുന്ന പ്രതിസന്ധികളുടെ അടിസ്ഥാന കാരണമന്വേഷിച്ച് ഇനി അധിക ദൂരമൊന്നും പോകേണ്ടതില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, കുടുംബജീവിതത്തിലെ ബറക്കത്ത്, കുടുംബജീവിതത്തിലെ നിഅമത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ വ ഖൈറ മാ ജബൽതഹാ അലൈഹി. അല്ലാഹുവേ, ഇവളിലുള്ള നന്മയും ഇവളാലുണ്ടാകുന്ന മുഴുവൻ നന്മയും ഞാൻ നിന്നോട് യാചിച്ച് ചോദിച്ചു വാങ്ങുകയാണ് റബ്ബേ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരിഹാ വ ശർരി മാ ജബൽതഹാ അലൈഹി. അല്ലാഹുവേ, ഇവളിലുള്ള തിന്മയും ഇവളാലുണ്ടാകുന്ന തിന്മകളിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുകയാണ് റഹ്മാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഒരു വ്യക്തി, ഒരു മുസ്ലിം വിവാഹിതനാകേണ്ടത് എന്നാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. പല ആളുകളും വിവാഹിതരാകുമ്പോൾ ഇത്തരം പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുകയോ മര്യാദകൾ പാലിക്കുകയോ
ചെയ്യാറില്ലെന്നു മാത്രമല്ല, ഇസ്ലാം പഠിപ്പിക്കാത്ത ബിദ്അത്തുകൾ തൽസ്ഥാനങ്ങളിൽ കൂട്ടിച്ചേർത്ത് ചെയ്യുന്നവരെയും ഈ സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു യാഥാസ്ഥിക ഗ്രന്ഥത്തിൽ വായിച്ചതോർക്കുന്നു, നിന്റെ ജീവിതത്തിൽ നിനക്ക് സമാധാനം കിട്ടാൻ നീ വിവാഹിതനാകുന്ന നാളിൽ നിന്റെ ഭാര്യയുടെ ഇരുകാലുകളും നീ കഴുകണം. എന്നിട്ട് ആ കഴുകുന്ന വെള്ളം അല്പം പോലും പാഴാകാതെ ഒരു പാത്രത്തിൽ ശേഖരിക്കണം. ആ വെള്ളം നിന്റെ വീടിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് മുതൽ മണിയറ ഉൾക്കൊള്ളുന്ന നിന്റെ ഭാര്യയോടൊപ്പം നീ കിടക്കുന്ന റൂം ഉൾക്കൊള്ളുന്നത് വരെ ആ വെള്ളം തെളിക്കണം. എന്നാൽ മുസീബത്തൊക്കെയും ഒഴിഞ്ഞു കിട്ടുകയും 60 നിഅമത്ത് നിന്നിലേക്ക് വരികയും ചെയ്യും. ഏതാണ് 60 എന്നൊന്നും നമുക്ക് മനസ്സിലായില്ല. പക്ഷേ അള്ളാഹു പഠിപ്പിക്കാത്ത, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത, സ്വഹാബത്തിന് പരിചയമില്ലാത്ത, നാളിതുവരെയുള്ള മുസ്ലിം സമൂഹത്തിന് പരിചയമില്ലാത്തവ ഇസ്ലാമിന്റെ പേരിൽ കൂട്ടിച്ചേർത്ത് അത് ചെയ്ത് ബിദ്അത്തിലൂടെ തന്റെ കുടുംബജീവിതം ആരംഭിക്കുന്ന ഖേദകരമായ അവസ്ഥയും ഇന്ന് സമൂഹത്തിലുണ്ട് എന്നത് സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഭാര്യയുമായി ബന്ധപ്പെടുമ്പോൾ പോലും പ്രാർത്ഥിച്ചുകൊണ്ട്, പിശാചിൽ നിന്ന് രക്ഷ തേടിക്കൊണ്ട്, അള്ളാഹുവിന്റെ നാമത്തിലായിക്കൊണ്ട് നിങ്ങൾ പ്രസ്തുത കർമ്മം നിർവഹിച്ചാൽ അതൊരു സുന്നത്താണ്, അത് പ്രതിഫലാർഹമാണ് എന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്ന ധാരാളം അധ്യാപനങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഞാൻ ആ ഭാഗം കൂടുതൽ വിശദീകരിക്കുന്നില്ല. സഹോദരങ്ങളെ, അങ്ങനെ തുടങ്ങി നമ്മുടെ വീട്ടിൽ ഒരു ഇണ വന്ന് ഇസ്ലാമികമായ ഒരു ജീവിതം നയിക്കാൻ നമ്മൾ ആരംഭിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റഹിമല്ലാഹു ഇംറഅൻ, ഒരു മനുഷ്യന് അല്ലാഹു കരുണ ചെയ്യട്ടെ, ഖാമ മിനൽ ലൈൽ വസല്ല, രാത്രി നമസ്കാരത്തിന് വേണ്ടി എഴുന്നേൽക്കും, എന്നിട്ട് രാത്രി നമസ്കാരം നിർവഹിക്കും. വഅയ്ഖല സൗജതഹു, തന്റെ ഭാര്യയെ കൂടി അദ്ദേഹം വിളിച്ചുണർത്തും. ഫഇൻ അബത്ത്, അവൾ രാത്രി നമസ്കാരത്തിന് വേണ്ടി ഉണരാൻ വിസമ്മതിച്ചാൽ, നലഹ അലാ വജീഹ അൽമാ, അവളുടെ മുഖത്ത് വെള്ളം തെളിച്ചെങ്കിലും അവളെ വിളിച്ചുണർത്തുന്ന ഒരു മനുഷ്യനുണ്ടെങ്കിൽ റഹിമല്ലാ, അള്ളാഹു അയാളോട് കരുണ ചെയ്യട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തുടർന്ന് ബാക്കിയും പറഞ്ഞു, വറഹിമല്ലാഹു ഇംറഅത്തൻ, ഒരു പെണ്ണിനെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ, കരുണ ചെയ്യട്ടെ, ഖാമത്ത് മിനൽ ലൈൽ വസല്ലത്ത്, അവൾ രാത്രി എഴുന്നേൽക്കും, എന്നിട്ട് രാത്രി നമസ്കാരം നിർവഹിക്കും. എന്നിട്ടോ വഅയ്ഖലത്ത് സൗജഹ, തന്റെ ഭർത്താവിനെയും പ്രസ്തുത സൽക്കർമ്മത്തിനു വേണ്ടി വിളിച്ചുണർത്തും. ഫഇൻ അബാ, ഭർത്താവ് വിസമ്മതിച്ചാൽ, നലഹത്ത് അലാ വജീഹി അൽമാ, അവന്റെ മുഖത്ത് വെള്ളം കുടഞ്ഞെങ്കിലും അവനെ വിളിച്ചുണർത്തും എന്നാണ്. ഇങ്ങനെ സ്നേഹം പരലോകത്തിന്റെ വിഷയത്തിലാവുകയും പരലോകത്ത് സ്വർഗം കിട്ടണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ദമ്പതികളാണ് ജീവിതം നയിക്കുന്നതെങ്കിൽ, പ്രിയമുള്ളവരെ, ആ കുടുംബത്തിൽ തീർച്ചയായും സമാധാനവും ശാന്തിയും തളം കെട്ടി നിൽക്കുകയും അതൊരു ഇസ്ലാമിക ഭവനമായി മാറുകയും ചെയ്യും എന്നതിൽ യാതൊരു തർക്കവുമില്ല. അതും കഴിഞ്ഞ് തനിക്ക് പിറക്കുന്ന കുഞ്ഞുങ്ങളെ മുതൽ അവന് ശ്രദ്ധിക്കണം. ഞാൻ കൂടുതൽ ആ ഭാഗം വിശദീകരിക്കുന്നില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു കുഞ്ഞ് ജനിച്ചാൽ അവന് വേണ്ടി പ്രാർത്ഥിക്കണം, അവന്റെ ആദ്യത്തെ മുടി കളയണം, നല്ല പേരിടണം, ചേലാകർമ്മം ചെയ്യണം, അവന് വേണ്ടി അഖീഖ അറുക്കണം എന്നു മാത്രമല്ല, അവനെതിരെ ഒരിക്കലും പ്രാർത്ഥിക്കാതിരിക്കണം. എന്നിട്ട് സന്താനങ്ങളുടെ നല്ല ജീവിതത്തിന് വേണ്ടിയുള്ള പ്രത്യേകം പ്രാർത്ഥന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ, വീട്ടിലെ പ്രതിസന്ധികൾ പരാതി പറയുന്നവരെ, ഇസ്ലാമിക ഭവനമാവണം നമ്മുടെ ഭവനമെന്ന് ആഗ്രഹിക്കുന്നവരെ, ഈ പ്രാർത്ഥന നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസൻ റളിയല്ലാഹു അൻഹുവിനും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനും വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഉപയോഗിച്ച ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മായിൽ നബിക്കും ഇസ്ഹാഖ് നബിക്കും വേണ്ടി പ്രാർത്ഥിച്ച മുഹമ്മദ് അമാനി മൗലവി റഹിമഹുല്ല ഖുർആൻ വിവരണത്തിന്റെ 4-ാം വാള്യം ഏറ്റവും അവസാന സൂറത്തിന് തൊട്ടു മുമ്പ് 113-ാമത്തെ അധ്യായം സൂറത്തുൽ ഫലഖിന്റെ വിശദീകരണത്തിൽ എടുത്തുകൊടുത്ത ഒരു പ്രാർത്ഥനയുണ്ട്. വഇദുകുമാ ബികലിമാത്തില്ലാഹി താമ്മ മിൻ കുല്ലി ശൈത്വാനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. ഈ പ്രാർത്ഥന നമ്മുടെ വീട്ടിലെ ഓരോ അംഗങ്ങൾക്കും വേണ്ടി, മക്കളുടെ സൗഭാഗ്യത്തിനും സംതൃപ്തിക്കും വേണ്ടി, കുടുംബജീവിതത്തിലെ നിഅമത്തിനും ബറക്കത്തിനും വേണ്ടി പ്രാർത്ഥിക്കാൻ രക്ഷിതാക്കളെ, മാതാപിതാക്കളെ, നമ്മൾ ഓരോരുത്തർക്കും സാധിച്ചാലേ നമ്മുടെ വീട്
ഇസ്ലാമിക ഭവനമാവുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. മാത്രവുമല്ല, ഒരു കുടുംബജീവിതം നയിക്കുന്ന വ്യക്തി എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാൻ വിശുദ്ധ ഖുർആൻ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന, അവന്റെ കൽപ്പനകൾ അംഗീകരിക്കുന്ന, പിശാചിന്റെ ദുഷ്പ്രേരണക്ക് വശംവദരാകാത്ത ഇബാദുർ റഹ്മാൻ അങ്ങനെ പ്രാർത്ഥിക്കും എന്നാണ്. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ, അല്ലാഹുവേ ഞങ്ങളുടെ ഇണകളിൽ നീ ഞങ്ങൾക്ക് ദാനമായി നൽകണമേ. വദുർരിയാതിനാ, ഞങ്ങളുടെ മക്കളിലും നീ ഞങ്ങൾക്ക് നൽകണമേ. ഖുർറത അയുൻ, സംതൃപ്തി, മനസ്സമാധാനം, മനസ്സംതൃപ്തി നീ പ്രദാനം ചെയ്യണമേ. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ, ഞങ്ങളെ മുത്തഖുകൾക്ക് മാതൃകയാക്കുന്ന, മുന്നിൽ നിൽക്കുന്ന വ്യക്തികളാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാൻ വിശുദ്ധ ഖുർആൻ നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ മക്കൾ വളർന്നു വരുമ്പോൾ അവരെ ഉപദേശിക്കാനും അവർക്കെതിരെ ഒരിക്കലും പ്രാർത്ഥിക്കാതിരിക്കാനും മാന്യമായി തല്ലിയും തലോടിയും അവരെ വളർത്താനും വേണ്ട ഉപദേശങ്ങൾ അവർക്ക് നൽകാനും ഇസ്ലാം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. വിശുദ്ധ ഖുർആനിന്റെ 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാൻ അള്ളാഹു അവതരിപ്പിച്ചത് തന്നെ ഒരു രക്ഷിതാവ്, ഒരു ഉപ്പ, ഒരു ഉമ്മ തന്റെ മക്കളെ ആവശ്യാനുസരണം സാന്ദർഭികമായി ഉപദേശിച്ചുകൊണ്ടിരിക്കണമെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് എന്നാണ് മുഫസ്സിറുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എന്താണ് ആ സൂറത്തിന്റെ പ്രത്യേകത? ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകന് നൽകുന്ന സാരോപദേശങ്ങൾ ഓരോന്നോരോന്നായി പഠിപ്പിക്കുകയാണ് ആ സൂറത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നത്. അതുകൊണ്ട് മക്കൾക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകണം. അവരുടെ കൂട്ടുകെട്ട് നല്ലവരോടൊപ്പമാണ് എന്ന് ഉറപ്പുവരുത്തണം. ഇസ്ലാമിക ഭവനമാകണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. നമ്മുടെ മക്കളുടെ കൂട്ടുകെട്ട് നല്ലവരോടൊപ്പമാണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൽ മർഉ അലാ ദീനി ഖലീലിഹി, ഒരു വ്യക്തി അവന്റെ കൂട്ടുകാരന്റെ ആദർശത്തിലായിരിക്കും. ഫൽയൻദുർ മൻ യുഖാലിൽ, അതുകൊണ്ട് നിങ്ങൾ ആരെയാണ് കൂട്ടുകൂടുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം, പരിഗണനീയമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് ആവശ്യപ്പെടുകയാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് എന്റെ മകൾ, എന്റെ മകൻ വീട്ടിൽ നിന്നിറങ്ങി രാത്രി വീടണയും വരെ ആരോടൊപ്പൊക്കെ സഞ്ചരിക്കുന്നു, ആരുടെ കൂടെയൊക്കെയാണ് പോകുന്നത്, എന്തൊക്കെയാണ് അവന്റെ പ്രവർത്തനം എന്ന കൃത്യമായ ഒരു പരിശോധന. അവരെ തെറ്റിദ്ധരിക്കണമെന്നല്ല, അവരെ എപ്പോഴും നിരീക്ഷിച്ച് ബുദ്ധിമുട്ടിക്കണമെന്നുമല്ല. പക്ഷേ നമ്മുടെ ഒരു കണ്ണ് എപ്പോഴും അവരോടൊപ്പം ഉണ്ടായില്ലെങ്കിൽ നാളെ നമുക്ക് വലിയ നഷ്ടം വരുത്താൻ നമ്മുടെ മക്കൾ കാരണമാകും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണല്ലോ ഇണകളെ കുറിച്ച് പറഞ്ഞിടത്ത്, മക്കളെ കുറിച്ച് പറഞ്ഞിടത്ത് അത് വലിയ അനുഗ്രഹമാണ് എന്നും അത് ദുനിയാവിലെ വലിയ നേട്ടമാണ് എന്നും ഒക്കെ പഠിപ്പിച്ച ഖുർആൻ ചില സ്ഥലങ്ങളിൽ നമ്മളോട് പറഞ്ഞത്, നിങ്ങളുടെ ഭാര്യമാരിലും നിങ്ങളുടെ ഇണകളിലും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിക വചനമോദി നമുക്ക് പഠിപ്പിച്ചു തരാനുള്ള കാരണം അതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ ഒഴിവ് സമയങ്ങൾ എന്തിനു വേണ്ടിയാണ് അവർ ഉപയോഗപ്പെടുത്തുന്നത് എന്നും നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, നമ്മുടെ ഭവനം ഇസ്ലാമിക ഭവനമായി തീരണമെങ്കിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം, അല്ലാഹുവിനെ ഓർക്കുന്ന ഒരു വീടായി നമ്മുടെ വീട് മാറേണ്ടതുണ്ട് എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മസലുൽ ബൈത്തില്ലദീ യുദ്കറുല്ലാഹു ഫീഹി വൽ ബൈത്തില്ലദീ ലാ യുദ്കറുല്ലാഹു ഫീഹി മസലുൽ ഹയ്യി വൽ മയ്യിത്ത്. അല്ലാഹുവിനെ ഓർക്കുന്ന ഭവനവും അല്ലാഹുവിനെ ഓർക്കാത്ത ഭവനവും തമ്മിലുള്ള ഉപമ ജീവനുള്ള വീടും ജീവനില്ലാത്ത വീടും പോലെയാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പഠിപ്പിച്ചത്. ഒരു വ്യക്തിയിലേക്ക് അത് ചേർത്തുകൊണ്ടാണ്. അല്ലാഹുവിനെ ഓർക്കുന്നവനും ഓർക്കാത്തവനും തമ്മിൽ ജീവനുള്ളവനും ജീവനില്ലാത്തവനെയും പോലെയാണ് എന്നും അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നു. അതുകൊണ്ട് വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വീട്ടിൽ അത്തരം ദിക്റുകൾ നടക്കുന്നുണ്ടോ എന്നാണ്. പ്രിയമുള്ളവരെ, വളരെ ആത്മാർത്ഥമായി നാം ചിന്തിക്ക്. ഇന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് നാം ഇറങ്ങിപ്പോന്നപ്പോൾ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴുള്ള പ്രാർത്ഥന ചൊല്ലിയാണോ ഈ സദസ്സിലേക്ക് നമ്മൾ വന്നത്? ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് ചൊല്ലിയിട്ടാണോ സുഹൃത്തുക്കളെ ഞാനും നിങ്ങളും പുറപ്പെട്ടത്? ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുകയാണ്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ കണ്ണുകൾ മേൽപോട്ടുയർത്തും,
എന്നിട്ട് പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അദില്ല ഔ ഉദല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അദ്ലിമ ഔ ഉദ്ലമ ഔ അജ്ഹല ഔ ജിഹല അലയ്യ. എന്നിട്ട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഒരൊറ്റ തവണ പോലും ഈ പ്രാർത്ഥന ചൊല്ലാതെ നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്നാണ്. എന്നിട്ട് നമ്മൾ ഒരു തവണയെങ്കിലും അങ്ങനെ ചൊല്ലിയിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഇസ്ലാമിക മര്യാദകൾ എന്ന പേരിൽ ഈ അടുത്ത് നാം പ്രസിദ്ധീകരിച്ച നല്ല സാമാന്യം വലുപ്പമുള്ള അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള അൽ മദീനി രചിച്ചിട്ടുള്ള ഇസ്ലാമിക മര്യാദകൾ എന്ന പുസ്തകത്തിന്റെ മലയാള പുസ്തകത്തിന്റെ 235 മുതൽ 264 വരെയുള്ള പേജുകളിൽ ഒരു ഇസ്ലാമിക ഭവനത്തിൽ ശ്രദ്ധിക്കേണ്ട മര്യാദകളാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം, ബിസ്മില്ലാഹ് തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് اللهم إني أعوذ بك أن أضل أو أضل أو أظلم أو أزل أو زل أو أظلم أو أظلم أو أجهل أو يجهل علي. ഈ ഹദീസിനെ വിശദീകരിക്കുന്ന ശാരിഹുകൾ, ഹദീസിന്റെ വിശദീകരണം നൽകുന്നവർ പറയുകയാണ്, ഒരു മുസ്ലിം ഇത് പ്രാർത്ഥിച്ചുകൊണ്ട് അവന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ സർവ്വവിധ തിന്മകളിൽ നിന്നും രക്ഷ തേടുകയും റബ്ബിന്റെ സഹായം തേടുകയും ചെയ്തുകൊണ്ടാണ് അവന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് എന്നാണ്. അതുകൊണ്ട് നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ നമ്മൾ മാത്രമല്ല, നമ്മുടെ മകൾ സ്കൂളിലേക്ക് പോകുമ്പോൾ വേഗം കൊടുത്ത് എല്ലാ കാര്യങ്ങളും ഒരുക്കിക്കൊടുത്ത് അവനെ വാഹനം വരെ കൊണ്ടാക്കുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒന്ന് ഓർമ്മപ്പെടുത്തണം, മോനെ ചൊല്ല് ബിസ്മില്ലാ. അവന് ചൊല്ലാൻ അറിയില്ല, പറഞ്ഞു കൊടുക്കുക വാചകങ്ങൾ, ബിസ്മില്ലാ, അവൻ പറയട്ടെ ബിസ്മില്ലാ, തവക്കൽതു അലല്ലാഹ് തവക്കൽതു അലല്ലാഹ്. അങ്ങനെ പറഞ്ഞ് ആ മര്യാദ പാലിച്ചിട്ടായിരിക്കണം എന്റെയും നിങ്ങളുടെയും മക്കൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടത്. സഹോദരങ്ങളെ, വീട്ടിലേക്ക് കയറി വരുമ്പോഴും ഉള്ള മര്യാദകൾ പാലിക്കണം ഒരു ഇസ്ലാമിക ഭവനമാണെങ്കിൽ. അതെന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിന്റെ നാമം ചൊല്ലിയിട്ടായിരിക്കണം വീട്ടിലേക്ക് കയറേണ്ടത്. ബിസ്മില്ലാ എന്ന് പറഞ്ഞുകൊണ്ടാണ് വീട്ടിലേക്ക് കയറേണ്ടത്. ഒന്ന് ആത്മാർത്ഥമായി നമ്മളൊന്ന് ചോദിക്ക്, ബിസ്മില്ലാന്ന് ചൊല്ലിയിട്ടാണോ നമ്മൾ ഇന്ന് 2-3 തവണ നമ്മളെ വീട്ടിലേക്ക് കയറിപ്പോയപ്പോ ബിസ്മില്ലാന്ന് ചൊല്ലിയിട്ടാണോ നമ്മൾ കയറിയത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് അല്ലാഹുവിന്റെ നാമത്തിൽ സലാം പറഞ്ഞുകൊണ്ട് റബ്ബിനെ ഓർത്തുകൊണ്ട് വീട്ടിലേക്ക് കയറിയാൽ പിശാച് പറയും, ഇന്നിവിടെ നമുക്ക് താമസമില്ല. അവൻ ഭക്ഷണം കഴിക്കുമ്പോഴും ബിസ്മി ചൊല്ലിയാൽ പിശാച് പറയും മറ്റു പിശാചുക്കളോട്, ഇന്നിവിടെ നമുക്ക് ഭക്ഷണവുമില്ല. എന്നാൽ അവൻ വീട്ടിലേക്ക് കയറുമ്പോൾ ബിസ്മി ചൊല്ലിയില്ലെങ്കിൽ പിശാച് പറയും, ഇന്ന് നമുക്കിവിടെ താമസമുണ്ട്. അവൻ ഭക്ഷണം കഴിക്കുമ്പോഴും ബിസ്മി ചൊല്ലിയില്ലെങ്കിൽ പിശാച് പറയും, ഇന്ന് നമുക്കിവിടെ ഭക്ഷണവുമുണ്ട്. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരോട് സലാം പറഞ്ഞുകൊണ്ടായിരിക്കണം വീട്ടിൽ പ്രവേശിക്കേണ്ടത്. വളരെ സത്യസന്ധമായി ചിന്തിക്കുമ്പോൾ പല ആളുകളും കൂട്ടുകാരോട് സലാം പറയുന്നവർ, നാട്ടുകാരോട് സലാം പറയുന്നവർ, കുടുംബക്കാരോട് സലാം പറയുന്നവർ, അധ്യാപകരോട് സലാം പറയുന്നവർ, വിദ്യാർത്ഥികളോട് സലാം പറയുന്നവർ, സ്വന്തം വീട്ടിലേക്ക് കയറി വരുമ്പോ ഭാര്യയോട് സലാം പറയുന്നില്ല. ഭാര്യ കയറി വരുമ്പോ ഭർത്താവിനോട് സലാം പറയുന്നില്ല. ജ്യേഷ്ഠൻ കയറി വരുമ്പോ അനുജനോട് സലാം പറയുന്നില്ല. ബാപ്പ കയറി വരുമ്പോ മക്കളോട് സലാം പറയുന്നില്ല. മക്കൾ കയറി വരുന്ന ബാപ്പയോട് സലാം പറയുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് സ്നേഹത്തോടുകൂടി പറയുകയാണ്, യാ ഗുലാം, എടോ മോനെ, നീ നിന്റെ വീട്ടുകാരോട് സലാം പറയണം. സല്ലിം അലാ അഹ്ലി ബൈതിക്, നിന്റെ വീട്ടുകാരോട് നീ സലാം പറയണം. യകുൻ അലൈക ബറക വഅലാ അഹ്ലി ബൈതിക്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അത് നിനക്കും നിന്റെ വീട്ടുകാർക്കും ബറക്കത്ത് കിട്ടാൻ കാരണമാകും. പല ആളുകളും എന്താണെന്നറിയോ, വീട് തുറന്നിട്ട് കിടക്കുകയാണെങ്കിൽ അവര് വന്നു കയറുന്നത് പോലും വീട്ടുകാരറിയില്ല, അങ്ങനെ കയറി വരുന്നു. സഹോദരങ്ങളെ, ബിസ്മി ചൊല്ലണം, സലാം പറയണം. സ്വന്തം വീട്ടിലേക്ക് കയറി വരുമ്പോ സലാം പറയണം. തുറന്നു കിടക്കുന്ന വാതിലിലൂടെ അനുവാദം ചോദിക്കാതെ അങ്ങ് കയറി വരികയല്ല, മറിച്ച് സലാം പറഞ്ഞ് അറിയിപ്പ് നൽകി എന്നിട്ടാണ് ആ വീട്ടിലേക്ക് കയറി ചെല്ലേണ്ടത്. അത് നിങ്ങൾക്ക് ബറക്കത്തുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പ്രവാചകന്റെ സ്വഭാവം ഖുർആനായിരുന്നു എന്ന് പറഞ്ഞ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചില ആളുകൾ ചോദിച്ചു, നിങ്ങളുടെ വീട്ടിലെ ഈ സമാധാനത്തിന്റെ കാരണമറിയണമെന്ന നിലക്ക്
അവർ ചോദിച്ചു, അല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് കയറി വന്നാൽ ആദ്യം ചെയ്തിരുന്നത് എന്താണ്? ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാന നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖല ബൈതിഹി യബ്ദഉ ബിസ്സിവാക്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വീട്ടിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആദ്യമായി ചെയ്തിരുന്നത് പല്ലുതേക്കലായിരുന്നു. ആരാ നമ്മളിലൊക്കെ അത് ശ്രദ്ധിക്കാറുള്ളത്? സഹോദരങ്ങളെ, എപ്പോഴും ബ്രഷും പേസ്റ്റും എടുത്ത് പല്ല് തേക്കാൻ കഴിയില്ലെങ്കിലും ഒന്ന് വീട്ടിലേക്ക് കയറിയ ഉടനെ ഒന്ന് വെള്ളം കൊണ്ട് കുപ്പിളിച്ച് വിരലുകൊണ്ടൊന്ന് പല്ല് തേക്കാനെങ്കിലും പ്രിയമുള്ളവരെ നമ്മൾക്ക് സാധിക്കണ്ടേ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വീട്ടിലേക്ക് കയറി വന്നാൽ ആദ്യം ചെയ്ത നന്മ പല്ലുതേക്കലായിരുന്നു എന്ന് പ്രവാചകന്റെ ചൂടും ചൂരുമറിഞ്ഞ് ജീവിച്ച മഹദി ആയിഷ റളിയല്ലാഹു അൻഹ രേഖപ്പെടുത്തുകയാണ്. ഇനിയോ ഒരുമിച്ച് ഭക്ഷണം കഴിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് പരാതി പറയുന്നു, ഞങ്ങൾ ഭക്ഷണം കഴിക്കും, പക്ഷേ വിശപ്പ് മാറിയതുപോലെ തോന്നുന്നില്ല, ഒരു മനസ്സമാധാനമില്ല, ഒരു സംതൃപ്തി കിട്ടുന്നില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു ചോദിച്ചു, നിങ്ങൾ ഒറ്റക്കൊറ്റക്കായിരിക്കും ഭക്ഷണം കഴിക്കുന്നത്? അതേ എന്ന് അവർ പ്രതികരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അലൈക്കും ബിൽ ജമാഅ, നിങ്ങൾ ഒന്നിച്ചായിരിക്കട്ടെ ഭക്ഷണം കഴിക്കുന്നത്, അതിൽ നിങ്ങൾക്ക് അല്ലാഹു ബറക്കത്ത് ചൊരിഞ്ഞിട്ടുണ്ട്. സുഹൃത്തുക്കളെ, എല്ലാ ദിവസവും എല്ലാ നേരത്തെ ഭക്ഷണവും ഒരുമിച്ച് കഴിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിലും എപ്പോഴെങ്കിലും സാധിക്കണ്ടേ? ഒരു 2 മണിക്കൂർ ബാപ്പയെ കാത്തുനിന്ന് ഉപ്പയും ഉമ്മയും മക്കളും മരുമക്കളും ഒന്നൊരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ നമ്മുടെ വീട്ടിൽ അതിനൊക്കെ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഏറ്റവും നല്ലത് ഒരൊറ്റ തളികയിൽ നിന്ന്, ഒരൊറ്റ പാത്രത്തിൽ നിന്ന് വട്ടമിരുന്ന് ഒരുമിച്ച് തിന്നാൻ സാധിക്കുന്നുവെങ്കിൽ അതാണ് ഏറ്റവും ഖൈറ് എന്നാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ അത്തരം ശീലങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ കൊണ്ടുവരണം. ഇനി നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക ഭവനമാകാൻ പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മര്യാദയാണ് ഇജ്അലു ബുയൂതകുമുൽ ഖിബ്ല. നിങ്ങളുടെ വീടുകൾ ആരാധനാലയങ്ങളായി മാറണം, ഖിബ്ലയായി മാറണം. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഫർള് നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഒരു മുസ്ലിം നിർവഹിക്കുന്ന സുന്നത്ത് നമസ്കാരങ്ങൾ ഏറ്റവും നിർവഹിക്കാൻ പറ്റിയ സ്ഥലം അവന്റെ വീടുകളാണ്, അവന്റെ ഭവനമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചിട്ട് പറഞ്ഞു, പ്രവാചകരെ, താങ്കൾ എന്റെ വീട്ടിൽ വരണമെന്നും എന്റെ വീട്ടിൽ വെച്ച് നമസ്കരിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു പ്രവാചകരെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ആഗ്രഹം മാനിക്കുകയാണ്. സൗബാൻ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിയോട് ചോദിക്കുന്നു, സ്വഹാബിയോട് ചോദിക്കുന്നു, നിന്റെ വീട്ടിൽ എവിടെ ഞാൻ നമസ്കരിക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ഏറ്റവും വൃത്തിയുള്ള പരിശുദ്ധമായ ഒരു സ്ഥലം സ്വഹാബി കാണിച്ചു കൊടുക്കുന്നു. അവിടെ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം നിർവഹിക്കുന്നു. ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് സ്വഹീഹുൽ ബുഖാരിക്ക് വിശദീകരണം എഴുതിയ, ഫത്ഹുൽ ബാരി എഴുതിയ ഹാഫിദ് ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുല്ലാഹ് പറയുകയാണ്, ഒരു വീട്ടിൽ നമസ്കരിക്കാൻ വേണ്ടി മാത്രം പ്രത്യേകം സ്ഥലം മാറ്റിവെക്കാം എന്നതിന് ഈ ഹദീസ് തെളിവാണ്. സഹോദരങ്ങളെ, 2 ഹാള് വേണം, സിറ്റ് ഔട്ട് കഴിഞ്ഞ് വീണ്ടും ഇരിക്കാൻ ഒരു സ്ഥലം വേണം, ഒരു ഓഫീസ് റൂം വേണം, 2 അടുക്കള വേണം എന്നൊക്കെ വീടിന് പ്ലാന് കണ്ടപ്പോ ചിന്തിച്ചോരെ, എന്റെ വീട്ടിൽ നമസ്കരിക്കാൻ പറ്റുന്ന, മറ്റു ശല്യങ്ങളൊന്നും അവിടെ ചെല്ലാത്ത, മറ്റു കുട്ടികൾ പോലും കളിക്കാൻ ഇടവരാത്ത ഒരു സ്ഥലം വേണം എന്ന് ചിന്തിച്ച് വീടിനൊരു റൂമിൽ നിർമ്മിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നത് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട്. ഏതായിരുന്നാലും ഉള്ള റൂമുകളിൽ ഏറ്റവും നല്ല സൗകര്യമുള്ള, വൃത്തികേടാകാൻ സാധ്യതയില്ലാത്ത, അധികം നടത്തവും ഇരുത്തവും ഒന്നും കടന്നു വരാത്ത, കുട്ടികൾ കളിക്കുന്ന വാഹനങ്ങളൊന്നും പ്രവേശിക്കാൻ സാധ്യതയില്ലാത്ത ഒരു റൂമായിരിക്കണം നമ്മുടെ വീട്ടിൽ നമസ്കരിക്കാൻ വേണ്ടി നമ്മൾ കാണേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ വീടുകൾ ഖബറിടങ്ങളാക്കാൻ പാടില്ല. നിങ്ങളുടെ വീടുകളിൽ ഖുർആൻ പാരായണം നടക്കണം. പ്രത്യേകിച്ച് സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീടുകളിൽ നിന്ന് പിശാച് ഓടിപ്പോകുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മുമ്പൊക്കെ നമ്മുടെയൊക്കെ വീടുകളിൽ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ആദ്യം
ഒരു 10 മിനിറ്റെങ്കിലും ഖുർആൻ ഓതുന്ന ഒരു ശീലമുണ്ടായിരുന്നില്ലേ? വീട്ടിൽ ജോലിയുള്ളവരും അതേ സ്കൂളിലേക്ക് എഴുതാനും വായിക്കാനുമുള്ളവരും മറ്റെന്തെങ്കിലും വർക്കുകളിൽ പണികളിൽ മുഴുകേണ്ടവരും ആദ്യം ഖുർആൻ എടുത്ത് ഒരു 10 മിനിറ്റ് പാരായണം ചെയ്തിരുന്ന ഒരു നല്ല ശീലം നമ്മുടെ വീടുകളിലൊക്കെ മുമ്പ് ഉണ്ടായിരുന്നു. ഇന്ന് അത് നിലച്ചു പോവുകയാണ്. ഇന്ന് ഖുർആൻ എടുക്കുന്നവർ തന്നെ കുറയുകയാണ്. ആത്മാർത്ഥമായി ചിന്തിക്ക്. എന്റെ ഉപ്പയും എന്റെ ഉമ്മയും എന്റെ ഭാര്യയും എന്റെ മക്കളും എന്റെ ജ്യേഷ്ഠനും എന്റെ അനുജത്തിയും എന്റെ വീട്ടിൽ ഖുർആൻ എടുത്ത് ഓതിയിട്ട് എത്ര ദിവസമായി എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്. നേരെ തുറക്കുന്നു വാട്സപ്പ്, ഫേസ്ബുക്ക്. അതിലെ ഗുണങ്ങൾ ഉപയോഗിക്കേണ്ട എന്നല്ല, പക്ഷേ അള്ളാഹുവിന്റെ കലാമായ വിശുദ്ധ ഖുർആനിന് നൽകാത്ത പ്രാധാന്യം അത്തരം സോഷ്യൽ നെറ്റ്വർക്കുകൾക്ക്, സോഷ്യൽ മീഡിയകൾക്ക് നൽകുന്ന ഖേദകരമായൊരു കാഴ്ചയല്ലേ ഇന്ന് നമ്മുടെ വീടുകളിലുള്ളത്? സുഹൃത്തുക്കളെ, ആ കാര്യമൊക്കെ വളരെ ആത്മാർത്ഥമായി നമ്മൾ തിരുത്തേണ്ട, ഇന്നു മുതൽ നമ്മുടെ വീടുകളിൽ ശീലിപ്പിക്കേണ്ടുന്ന മര്യാദകളാണ് വിശുദ്ധ ഖുർആൻ പാരായണവുമൊക്കെ. ഇന്ന് ആ സ്ഥാനത്തൊക്കെ ആവശ്യമില്ലാത്ത പലതും വീടുകളിൽ അരങ്ങേറുന്നു. വിശുദ്ധ ഖുർആൻ വിലക്കിയ മ്യൂസിക്, സൂറത്തുൽ ലുഖ്മാനിന്റെ ആദ്യ ഭാഗത്ത് അള്ളാഹു പറഞ്ഞ വിനോദവാർത്ത മ്യൂസിക്കാണ് എന്ന് തഫ്സീറുകൾക്ക് നേതാവ് എന്ന് പറയുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ ഹറാം എന്ന് പഠിപ്പിച്ച ഹലാൽ എന്ന് പറയുന്ന ഒരു വിഭാഗം എന്റെ ഉമ്മത്തിൽ നിന്ന് വരാനുണ്ട് എന്ന് താക്കീത് നൽകിയ മ്യൂസിക് നമ്മുടെ വീടുകളിൽ നടമാടുകയാണ്. TV തുറന്ന് വൃത്തികേടുകളും സിനിമകളും സീരിയലുകളും നമ്മുടെ കുടുംബം ഒന്നിച്ചിരുന്ന് കാണുകയാണ്. ഇതിനൊക്കെ വിലക്കാനും എതിർക്കാനും നമുക്ക് സാധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 3 വിഭാഗം ആളുകളുണ്ട്. അവർക്ക് സ്വർഗം നിഷിദ്ധമാണ്, അവർക്ക് നരകമുറപ്പാണ്. എന്താണ് ആ 3 വിഭാഗം ആളുകളുടെ പ്രത്യേകത? ആരാണവർ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 1 അൽ ആഖ്, ഉപ്പയെയും ഉമ്മയെയും ബുദ്ധിമുട്ടിക്കുന്നവർ, മാതാപിതാക്കളെ ദ്രോഹിക്കുന്നവൻ. 2 മുദ്മിനുൽ ഖംർ, മുഴുകുടിയൻ, മദ്യപിക്കുന്നവൻ. 3ാമത്തേത് നമ്മുടെ വിഷയവുമായി ബന്ധമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വദ്ദയൂസ് അല്ലദീ യുഖിറു ഫീ അഹ്ലിഹിൽ ഖബസ്, തന്റെ വീട്ടിലെ മ്ലേച്ഛ പ്രവർത്തനങ്ങൾക്ക് മൗനാനുവാദം നൽകുന്ന കുടുംബനാഥൻ സ്വർഗമില്ല എന്ന്. ആ മ്ലേച്ഛ പ്രവർത്തനം ചെയ്തവർക്കല്ല, ആ വൃത്തികേടുകൾ ചെയ്തവർക്കല്ല, ആ വൃത്തികേട് കണ്ടാസ്വദിച്ച നമ്മുടെ ഭാര്യക്കും മക്കൾക്കുമല്ല. അത് വേറെ വിഷയം, അവർക്കുണ്ട് എന്നത്. പക്ഷേ അതിന് അനുവാദം നൽകുന്ന കുടുംബനാഥൻ, അതിന് ഇസ്ലാം ഉപയോഗിച്ച പദം തന്നെ എന്താ? ദയ്യൂസ്. ദയ്യൂസ് എന്ന അറബി പദത്തിന്റെ നേരെ അർത്ഥം വ്യഭിചാരത്തിന് കൂട്ടിക്കൊടുക്കുന്നവൻ എന്നാണ്. വ്യഭിചാരത്തിന് കൂട്ടിക്കൊടുക്കുന്നവൻ എന്ന പദം പറഞ്ഞിട്ട് അതൊന്നും ഞങ്ങൾ ചെയ്യുന്നില്ലല്ലോ എന്ന് സമാധാനിക്കണ്ട എന്ന നിലയ്ക്ക് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ആ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് തുടർന്ന് പറഞ്ഞു, അദ്ദയ്യൂസുല്ലദീ യുഖിറു ഫീ അഹ്ലിഹിൽ ഖബസ്, തന്റെ വീട്ടിലെ തിന്മകൾക്ക് അനുവാദം നൽകുന്ന, അംഗീകാരം കൊടുക്കുന്ന, അതിനെ എതിർക്കാത്ത, അതിനെതിരെ ശബ്ദിക്കാത്ത കുടുംബനാഥൻ, അവന് സ്വർഗമില്ല. ഗൗരവമായി ആലോചിക്ക്. വീട്ടിലേക്ക് കയറി വരുമ്പോ നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, നമ്മുടെ അനുജൻ TV തുറന്നിട്ടാകട്ടെ, മൊബൈലിൽ ഓപ്പൺ ചെയ്തിട്ടാകട്ടെ, വല്ല വൃത്തികേടുകളും കാണുമ്പോ അതിനെതിരെ ശബ്ദിക്കാനുള്ള ത്രാണിയില്ലാത്തവൻ, തന്റെ ഇടമില്ലാത്തവൻ, അവന്റെ സ്വർഗം കൂടി നഷ്ടപ്പെടുത്തുകയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ എവിടെയാണ് മക്കളെ നാം ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിന് തെളിവെവിടെ? സുഹൃത്തുക്കളെ, നമ്മുടെ മക്കളെ നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുവല്ലേ? നമ്മുടെ മകൻ മെഴുകുതിരിയുടെ മുകളിൽ, മെഴുകുതിരി കത്തിച്ചതിന് മുകളിൽ ഒന്ന് വിരൽ പിടിച്ചാൽ അത് സഹിക്കാൻ കഴിയാത്ത നമ്മൾ, നമ്മുടെ കുട്ടിയുടെ കയ്യിൽ ഒന്ന് പോറലേറ്റാൽ അത് താങ്ങാനാവാത്ത നമ്മൾ, കത്തി കൊണ്ടൊന്ന് മുറിവ് പറ്റിയാൽ അത് സഹിക്കാൻ പറ്റാത്ത നമ്മൾ, അതേ മകൻ നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിച്ച് നരകത്തിന്റെ വിറകുകൊള്ളിയായി മാറുന്നത് കാണുമ്പോൾ അതിനെതിരെ ശബ്ദിക്കുന്നില്ല എങ്കിൽ നേരത്തെ പറഞ്ഞ സ്നേഹം ഇസ്ലാമിന്റെ ഭാഷയിൽ കപട സ്നേഹമാണ് സഹോദരങ്ങളെ. നേരം വൈകി വന്നതല്ലേ, യാത്രാക്ഷീണമില്ലേ, അവൻ അല്പം കൂടി ഉറങ്ങട്ടെ എന്ന് വിചാരിച്ച് സുബ്ഹിന് വിളിച്ചുണർത്തുന്നതിന് പകരം അവനോടുള്ള സ്നേഹം എന്ന നിലക്ക് അവനെ വീണ്ടും ഉറങ്ങാൻ അനുവദിക്കുന്നവൻ, ബാപ്പ മാത്രം എഴുന്നേറ്റ് പള്ളിയിൽ പോകുന്നവൻ, തന്റെ പ്രായപൂർത്തിയെത്തിയ അനുജനും മകനും വീട്ടിൽ ഉറങ്ങുമ്പോൾ
രാത്രി വൈകി വന്നതല്ലേ ഉറങ്ങട്ടെ എന്ന് സമാധാനിക്കുന്നവൻ ആ കാണിക്കുന്ന സ്നേഹം ഇസ്ലാമിന്റെ ഭാഷയിൽ കപട സ്നേഹമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്വന്തം വീട്ടിൽ നിന്ന് ഇസ്ലാമിക മര്യാദകൾ പാലിച്ച് ഇസ്ലാമിക വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങുന്നതിന് പകരം വസ്ത്രം ധരിച്ചിട്ടും നഗ്നത പുറത്തു കാണും വിധത്തിൽ ഇടുങ്ങിയതും നേരിയതുമായ വസ്ത്രധാരണം സ്വീകരിച്ചുകൊണ്ട് പുറത്തിറങ്ങുന്ന ഭാര്യയെ വിലക്കാൻ കഴിയാത്തവർ, മക്കളെ വിലക്കാൻ കഴിയാത്തവർ ഈ ദയ്യൂസിന്റെ പട്ടികയിലേക്കാണ് എത്തുക എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മളെ കുടുംബം, നമ്മുടെ വീട് ഒരു ഇസ്ലാമിക ഭവനമാണെങ്കിൽ ഇത്തരം കാര്യങ്ങളെ അടിയന്തിരമായ ഒരു അഴിച്ചുപണി ഉണ്ടായേ പറ്റുള്ളൂ സഹോദരങ്ങളെ. അതല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലുക്കും റാഇ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതിഹി. നിങ്ങൾ ഓരോരുത്തരും ഭരണാധികാരികളാണ്. നിങ്ങളുടെ കീഴിലുള്ള ഭരണീയരെ കുറിച്ച് നാളെ റബ്ബിന്റെ മുന്നിൽ നിങ്ങളോട് ചോദിക്കും. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു കുടുംബനാഥൻ അവന്റെ വീട്ടിലെ അംഗങ്ങളുടെ ഭരണാധികാരിയാണ്. അവന്റെ ഭാര്യ സന്താനങ്ങളെ മാന്യമായി വളർത്തിയോ എന്ന് നാളെ റബ്ബിന്റെ മുന്നിൽ ചോദ്യമുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ ആരും വിചാരിക്കണ്ട നമ്മൾ മക്കൾ പിഴച്ചു പോയതിന് നമ്മൾ കുറ്റക്കാരാകൂല എന്നാരും വിചാരിക്കണ്ട. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. ലോകത്ത് ജനിച്ചു വീഴുന്ന മുഴുവൻ മക്കളും ശുദ്ധ പ്രകൃതിയിലാണ് ജനിച്ചു വീഴുന്നത്. പിന്നീട് അവന്റെ ഉപ്പയും ഉമ്മയുമാണ് അവനെ മജൂസിയാക്കി അഗ്നി ആരാധകനാക്കി മാറ്റുന്നത്, അവനെ നസ്രാനിയാക്കി ക്രിസ്ത്യാനിയാക്കി മാറ്റുന്നത്, അവനെ യഹൂദിയായി ജൂതനാക്കി മാറ്റുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരാനുള്ള കാരണം അതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ വീടുകളിൽ ഇസ്ലാമികമായ അറിവുകൾ തേടുന്ന സാഹചര്യം ഒരുക്കി കൊടുക്കണം. മുഹമ്മദ് സ്വാലിഹ് മുനജ്ജിദ് ഹഫിളഹുല്ലാ നേരത്തെ ഞാൻ പറഞ്ഞ അർബഊന നസീഹ ലി ഇസ്ലാഹിൽ ബുയൂത്ത് എന്ന തന്റെ ഗ്രന്ഥത്തിൽ ഇസ്ലാമിക ലൈബ്രറി വീട്ടിലുണ്ടാകണം എന്നാ പറഞ്ഞത്. ഇസ്ലാമിക ലൈബ്രറി വീട്ടിലുണ്ടാകണം. ഇന്ന് നമ്മുടെ വീടുകളിൽ വായിക്കപ്പെടുന്നത് എന്താണ്? ഇന്ന് നമ്മുടെ വീടുകളിൽ പഠിപ്പിക്കപ്പെടുന്നതും പഠിച്ചുകൊണ്ടിരിക്കുന്നതും എന്താണ്? ഭൗതികമായ വിജ്ഞാനവും വിദ്യാഭ്യാസവും പാടെ അവഗണിക്കണമെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷേ ഖുർആൻ പാരായണം നമ്മുടെ വീട്ടിലുണ്ടോ? വിശുദ്ധ ഖുർആനിന്റെ വിശദീകരണം വായിക്കുന്ന സാഹചര്യം നമ്മുടെ വീടുകളിലുണ്ടോ? മലയാളം മാത്രം അറിയുന്നവർ മലയാള പരിഭാഷ വാങ്ങി വായിക്കുന്ന സ്വഭാവം നമ്മുടെ വീട്ടിലുണ്ടോ? അറബി അറിയുന്നവർ അറബി തഫ്സീറുകൾ വായിച്ചു നോക്കുന്ന അവസ്ഥ വീട്ടിലുണ്ടോ? ഉണ്ടാകണമെന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. അൽഹംദുലില്ലാഹ്, കഴിഞ്ഞ 100 വർഷം കൊണ്ട് നമുക്ക് സാധിക്കാത്തത് കേവലം 3 വർഷം കൊണ്ട് നമുക്ക് സാധിച്ചു അല്ലേ? 15ഓളം ഇസ്ലാമിക പുസ്തകങ്ങൾ വളരെ വിലക്കുറവിൽ 600 രൂപക്ക് 1200ഓളം രൂപയുടെ പുസ്തകം നമ്മൾ വാങ്ങി. ഇപ്പൊ അത് ലഭ്യമല്ല. ഇൻഷാ അല്ലാഹ് അതിന്റെ കോപ്പികൾ ഇനിയും ലഭിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും കൈപ്പറ്റണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താണ്. നമുക്ക് പഠിക്കാവുന്ന ധാരാളം വിഷയങ്ങൾ പ്രസ്തുത ഗ്രന്ഥങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവ നമ്മുടെ വീട്ടിലുണ്ടാകണം. നമ്മുടെ മകൻ വായിക്കണം. നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി വന്നാൽ അവൻ വായിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അക്കാര്യം നമുക്ക് പഠിപ്പിച്ചു തന്നു. സുഹൃത്തുക്കളെ, നമ്മുടെ വീടുകൾ ഒരു വിജ്ഞാന വേദിയായി മാറണം. നമ്മുടെ വീടുകൾ ഒരു CRE സെന്ററായി മാറണം. നമ്മുടെ വീടുകൾ ഒരു QSLS ഹാളായി തീരണം. എന്താ പറയുന്നതിന്റെ അർത്ഥം? നമ്മുടെ വീട്ടിലെ വിജ്ഞാനം നുകരുന്ന ഒരു ക്ലാസ് കേട്ട് അതെല്ലാവരും എഴുതിയെടുത്ത് അതിൽ നിന്ന് കുറച്ച് ചോദ്യം ബാപ്പ തയ്യാറാക്കിയിട്ട് മക്കളൊക്കെ അതിന് ഉത്തരം പറയുന്ന ഒരു സംവിധാനത്തെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്ക്. എന്തൊരു സംതൃപ്തകരമായിരിക്കും ആ ജീവിതം. അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. സഹോദരങ്ങളെ, അങ്ങനെ ആക്കുക നമ്മളെ വീട്. CRE ക്ലാസുകൾ വേണമെന്ന് പറഞ്ഞത് എന്താ? കണ്ടിന്യൂ റിലീജിയസ് എഡ്യൂക്കേഷൻ എന്നാ പറഞ്ഞത്. തുടർച്ചയായി നമ്മുടെ മതം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ വീട്ടിലുണ്ടാകണം. എല്ലാ ദിവസവും സുബ്ഹ് നമസ്കാരം കഴിഞ്ഞ് എല്ലാവരെയും മുന്നിലൊന്ന് ഇരുത്തി, ഭാര്യയുണ്ട്, മക്കളുണ്ട്, മരുമകളുണ്ട്, മരുമകനുണ്ട്, വീട്ടിലെ മറ്റംഗങ്ങളും ഉപ്പയും ഉമ്മയും ഒക്കെ മുന്നിലിരുന്ന് അമാനി മൗലവിയുടെ തഫ്സീർ എടുത്ത് ഒരു പാരഗ്രാഫ് വായിച്ച് അവരെ കേൾപ്പിച്ച് തൊട്ടടുത്ത ദിവസം അതിന്റെ ബാക്കി വായിച്ച് ഒരായത്തും അതിന്റെ അർത്ഥവും പറഞ്ഞ് അങ്ങനത്തെ ഒരു അവസ്ഥയെക്കുറിച്ച് നമ്മളെ വീട്ടിലൊന്ന് ഉണ്ടാകുമ്പോൾ എന്തൊരു സംതൃപ്തകരമായിരിക്കും സഹോദരങ്ങളെ. അതൊന്ന് ചെയ്തു നോക്ക്.
ദിവസവും സുബ്ഹ് നമസ്കാരം കഴിഞ്ഞ് ഒരു ഹദീസും അതിന്റെ അർത്ഥവും അവർക്ക് പഠിപ്പിച്ചു കൊടുത്ത് അവർ അത് മനഃപ്പാഠമാക്കി ചൊല്ലിക്കൊടുത്ത്, ഇങ്ങനത്തെ സന്ദർഭം ഒന്ന് ആലോചിച്ച് നോക്ക്. ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള മര്യാദകളും പ്രാർത്ഥനകളും എഴുതി വെച്ച് അത് നോക്കി വായിച്ച് വീണ്ടും പഠിച്ച് മനഃപ്പാഠമാക്കി ഒരാളെ കൊണ്ട് ചൊല്ലി നോക്കി ശരിയാണോ എന്ന് പരിശോധിച്ച് അങ്ങനത്തേക്ക് ഒരു കുടുംബത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. അതായിരിക്കും സംതൃപ്തകരമായ ഒരു ജീവിതം നിലനിൽക്കുന്ന കുടുംബം എന്നതിൽ യാതൊരു തർക്കവുമില്ല. സഹോദരങ്ങളെ, മാത്രവുമല്ല നമ്മുടെ വീടുകളിൽ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊന്നാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ വീട് വിശാലമായി കിട്ടണം. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നുകൊണ്ട് ഒരു സ്വഹാബി ചോദിച്ചു, മൻ നജാതു യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, എന്താ രക്ഷപ്പെടാൻ ഒരു മാർഗം? മനസ്സമാധാനത്തിനൊരു മാർഗം എന്താണ്? നരകമോചനത്തിന്, സ്വർഗപ്രവേശനത്തിന് ഒരു കാര്യം പഠിപ്പിച്ചു തരൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അംസിക് അലൈക ലിസാനക്, നിന്റെ നാവ് നീ അടക്കി ഒതുക്കി നിർത്തണം. നാവിനെ ഒതുക്കുക എന്നുള്ളത് കുടുംബജീവിതത്തിൽ മനസ്സമാധാനം കിട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ന് പലപ്പോഴും എന്താണെന്നറിയോ, സ്വന്തം ഭാര്യയുടെ ന്യൂനതകൾ, അപാകതകൾ, പോരായ്മകൾ പർവ്വതീകരിക്കുന്ന ഭർത്താക്കന്മാരാണ് ബഹുഭൂരിപക്ഷവും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആർക്കും നിഷേധിക്കാൻ കഴിയൂല. ജോലിസ്ഥലത്ത് മാന്യമായി പെരുമാറുന്ന, കുടുംബക്കാരോട് നല്ല നിലയ്ക്ക് ഇടപെടുന്ന, കൂട്ടുകാരോട് ബഹുമാനത്തോടെ സംസാരിക്കുന്ന പലരും വീട്ടിലേക്ക് കയറി വന്നാൽ നാട്ടിലെ പൂച്ച വീട്ടിലെ പുലിയായി മാറുന്ന കാഴ്ചയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലേ? സ്വന്തം ഭാര്യയുടെ ന്യൂനതകളും അപാകതകളും പോരായ്മകളും പർവ്വതീകരിക്കുന്ന ദുരന്ത കാഴ്ച. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖിയാറുക്കും ഖിയാറുക്കും ലിനിസാഇക്കും, മനുഷ്യരെ നിങ്ങൾ ഏറ്റവും മാന്യന്മാർ ഭാര്യമാരോട് നല്ല നിലയ്ക്ക് പെരുമാറുന്നവരാണ്. ഭാര്യയോട് നല്ല നിലയ്ക്ക് പെരുമാറുന്നവരാണ് മനുഷ്യരിൽ ഏറ്റവും നല്ലവർ. അങ്ങനത്തെ നല്ലവരാകാൻ നമുക്ക് സാധിക്കാറുണ്ടോ? മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ ഒരു വ്യക്തി അങ്ങോട്ട് വന്നു, സലാം പറഞ്ഞു, കാത്തുനിന്നു. ഉമർ റളിയല്ലാഹു അൻഹു വാതിൽ തുറന്നു നോക്കുമ്പോൾ കാണുന്നത് തന്റെ വീട്ടിൽ വന്ന വ്യക്തി ഒന്നും പറയാതെ പോകുന്നതാണ്. അദ്ദേഹത്തെ വിളിച്ചിട്ട് ചോദിച്ചു, സഹോദരാ, നീ എന്തിനു വന്നതാണ്? അദ്ദേഹം പറഞ്ഞു, എന്റെ ഭാര്യയുടെ സ്വഭാവദൂഷ്യം പരാതി പറയാൻ വന്നതാണ്. പക്ഷെ അല്പസമയം താങ്കളുടെ വീടിന് മുന്നിൽ നിന്നപ്പോൾ താങ്കളുടെ ഭാര്യ അത്യുച്ചത്തിൽ സംസാരിക്കുന്നതും താങ്കളതൊന്നും കേൾക്കാത്തതുപോലെ ക്ഷമിച്ചു നിൽക്കുന്നതും എനിക്ക് അനുഭവപ്പെട്ടു. അതുകൊണ്ട് എന്റെ പരാതി തീർന്നു. അദ്ദേഹം വീണ്ടും നടന്നു പോകുമ്പോൾ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. അദ്ദേഹം ചോദിക്കുന്നു, സഹോദരാ, നമുക്ക് വേണ്ടി വെള്ളം കോരുന്ന, നമുക്ക് വേണ്ടി ഭക്ഷണം പാകം ചെയ്യുന്ന, നമ്മുടെ വസ്ത്രം അലക്കുന്ന, നമ്മുടെ കുഞ്ഞിനെ 10 മാസം ഗർഭം ചുമക്കുന്ന, നമ്മുടെ കുഞ്ഞിനെ വേദനയോടെ നൊന്ത് പ്രസവിച്ച, നമ്മുടെ കുഞ്ഞിന് 2 വർഷം മുലകുടി നൽകുന്ന നമ്മുടെ ഭാര്യ ഒരു പെണ്ണ് എന്ന ന്യൂനത പ്രകടിപ്പിച്ചാൽ അത് സഹിക്കാൻ, അത് ക്ഷമിക്കാൻ, അത് പൊറുക്കാൻ, അത് മറക്കാൻ ഭർത്താക്കന്മാരായ സ്ത്രീകളെക്കാളും ബുദ്ധിയും പക്വതയും നൽകപ്പെട്ടവരാണ് പുരുഷന്മാർ എന്ന് പ്രവാചകൻ പഠിപ്പിച്ച പുരുഷന്മാരായ നമുക്ക് സാധിക്കേണ്ടതില്ലേ എന്നാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം. കഴിയുമോ നമുക്ക്? സാധിക്കുമോ സഹോദരങ്ങളെ നമുക്ക്? ഒരു പെണ്ണും മനസ്സിലാക്കട്ടെ, അർരിജാലു ഖവ്വാമൂന അലൻ നിസാ, സ്ത്രീകളുടെ മേൽ കൈകാര്യ കർത്തൃത്വത്തിനുള്ള അവകാശം പുരുഷന്മാരെ അള്ളാഹു ഏൽപ്പിച്ചിട്ടുണ്ട്. അവളെ നിയന്ത്രിക്കാൻ, അവളെ അടക്കി ഒതുക്കി നിർത്താൻ, അവളോട് കാര്യങ്ങൾ കൽപ്പിക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട് എന്നത് നിങ്ങളും മനസ്സിലാക്കണം. അങ്ങനെയുള്ള ഒരു കുടുംബമാണെങ്കിൽ നമ്മുടെ ഭവനം ഇസ്ലാമിക ഭവനമായി തീരുക തന്നെ ചെയ്യും, അല്ലേ? അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹുന്ന, സ്ത്രീകൾ പുരുഷന്മാർക്കുള്ള വസ്ത്രമാണ്, പുരുഷന്മാർ സ്ത്രീകൾക്കുമുള്ള വസ്ത്രമാണ്. ഞാൻ ധരിച്ച വസ്ത്രമാണ് എന്റെ ശരീരത്തിലെ മുറിവുകളും മുറിപ്പാടുകളും ചെളിയും പൊടിയും കാണാതെ സംരക്ഷിക്കുന്നത്. അതുപോലെ ഒരു പെണ്ണിന്റെ ന്യൂനതകളിൽ അവൾക്ക് ആശ്വാസം നൽകാൻ, താങ്ങും തണലുമാകാൻ ഒരു ഭർത്താവിനും, പുരുഷന്റെ പ്രശ്നങ്ങളിൽ, പ്രതിസന്ധികളിൽ താങ്ങും തണലുമാകാൻ ഒരു ഭാര്യയ്ക്കും സാധിക്കുന്നുവെങ്കിൽ ആ കുടുംബമായിരിക്കും ഏറ്റവും നല്ല കുടുംബം. സഹോദരങ്ങളെ, ഇന്ന്
സ്വന്തം വീട്ടിലെ പരാതികളും പ്രശ്നങ്ങളും അറിയാൻ പോലും പല ഭർത്താക്കന്മാർക്കും സമയമില്ല എന്നാണ് പരാതികൾ ഉയരുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിക്കുകയാണ്. രാത്രി വന്നാൽ മുഴുവൻ സമയവും മൊബൈലിലാണ്. നേരം പുലർന്നാൽ വീണ്ടും ഇറങ്ങിപ്പോവുകയാണ്. ഞങ്ങളുടെ പ്രശ്നങ്ങളൊന്ന് കേൾക്കാൻ പോലും മൂപ്പര് തയ്യാറാകുന്നില്ല എന്ന് എത്ര സ്ത്രീകളാണ് പരാതി പറയുന്നത്. സഹോദരങ്ങളെ, അതിനൊക്കെ ഒരു സമയവും ഒരു നിയന്ത്രണവും അത്യാവശ്യമാണ്. യാതൊരു തർക്കവുമില്ല ആ വിഷയത്തിൽ. ഇന്ന് നമ്മൾ മൊബൈലുകളും വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ഉപയോഗിക്കുന്നത് വളരെ അടിയന്തിരമായ അത്യാവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. പക്ഷേ അത് ഒരുപക്ഷെ നമ്മുടെ ഭാര്യയ്ക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകില്ല. അതല്ലെങ്കിൽ ഏത് സമയത്തും അതിലാകുമ്പോൾ അവരുടെ പ്രശ്നങ്ങളും പരാതികളും തീർക്കാനും അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനും നമുക്ക് കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അങ്ങനെ ഒരു അവസ്ഥ നമ്മിൽ നിന്നുണ്ടാകാൻ പാടില്ല. അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വആസിറൂഹുന്ന ബിൽ മഅറൂഫ്, വളരെ നന്മ കൊടുത്തുകൊണ്ട് നന്മയോടുകൂടിയായിരിക്കണം നിങ്ങളുടെ ഭാര്യമാരോട്, കുടുംബത്തിലെ അംഗങ്ങളോട് നിങ്ങൾ പെരുമാറേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിക വചനമോദി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സഹോദരങ്ങളെ, അറബിയിൽ ഒരു പ്രയോഗമുണ്ട്, മൻ ലറബൽ കിത്ത, ആരാണ് പൂച്ചയെ അടിച്ചത് എന്നാണ് അതിന്റെ അർത്ഥം. എന്താ അതിന്റെ വിശദീകരണം? ഒരു ജോലിക്കാരൻ തന്റെ ഓഫീസിൽ വളരെ നേരത്തെ ചെന്ന് ജോലികളെല്ലാം വളരെ ഭംഗിയായി സമയബന്ധിതമായി പൂർത്തീകരിച്ച് ഇന്ന് തന്റെ യജമാനൻ, തന്റെ മാനേജർ, തന്റെ ബോസ് തന്നെ പ്രശംസിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ച് എല്ലാ വർക്കും തീർത്തിരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക, സംതൃപ്തിയോടുകൂടി ഇരിക്കുക. അപ്പോ മാനേജർ വന്നിട്ട് എന്താണോ വെറുതെ ഇരിക്കുന്നത് എന്ന് ദേഷ്യപ്പെട്ട് ചോദിച്ചു. ഞാൻ എന്റെ വർക്കൊക്കെ തീർത്തിട്ടാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ നേരത്തെ തന്നെ എല്ലാ വർക്കും തീർത്ത് വെറുതെ ഇരിക്കുകയാണോ എന്നായി ഇയാളുടെ പ്രതികരണം. ഈ നല്ല മനുഷ്യന്റെ മനസ്സാകെ മാറി. അന്ന് മുഴുവൻ മാനസികമായ പിരിമുറുക്കം അനുഭവിച്ചു. വളരെ പ്രയാസത്തോടെ വീട്ടിലേക്ക് ചെന്നു. വീട്ടിൽ നിന്ന് രാവിലെ പോരുമ്പോൾ വാങ്ങാൻ പറഞ്ഞ സാധനങ്ങൾ പോലും വാങ്ങാൻ മറന്നാണ് ചെല്ലുന്നത്. കയറിയ ഉടൻ തന്നെ ഭാര്യ ചോദിച്ചു, അല്ല മനുഷ്യ, വാങ്ങാൻ പറഞ്ഞതൊക്കെ എവിടെ? കയറി വരുമ്പോ തന്നെ ഇതാണോ ചോദിക്കുക എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ ദേഷ്യപ്പെട്ട് പ്രതികരിച്ചു. എന്താ ഇപ്പൊ ഇന്ന് മനുഷ്യന് പറ്റിയത് എന്നുള്ള നിലക്ക് മാനസികമായ ദുഃഖഭാരത്തോടുകൂടി അവൾ അടുക്കളയിലേക്ക് പോകുമ്പോഴുണ്ട് അവളുടെ 3 വയസ്സുകാരി പെൺകുട്ടി അവള് എന്റെ കാറെവിടെ എന്ന് ചോദിക്കുന്നു. നിന്റെ ഒരു കാറ് എന്ന് പറഞ്ഞ് ആ ഉമ്മ മകളെ അടിക്കുന്നു. ആ സമയത്ത് കുട്ടിയുടെ ഒപ്പം ഭക്ഷണം കഴിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്യാറുള്ള പൂച്ച അതിലൂടെ കാലിനടുത്തുകൂടി നടന്നു പോയപ്പോൾ ആ പൂച്ചയെ ഈ ചെറിയ കുട്ടി അടിച്ചു. എന്നിട്ട് അറബിയിലെ പഴഞ്ചൊല്ല് മൻ ലറബൽ കിത്ത, ആരാണ് ഈ പൂച്ചയെ അടിച്ചത്? ആ മാനേജർ എന്നാ അതിന്റെ ഉത്തരം. അതുകൊണ്ട് പ്രിയമുള്ള ഭർത്താക്കന്മാരെ, നമുക്കുണ്ടാകുന്ന മാനസികമായ പിരിമുറുക്കം ഏറ്റവും ചുരുങ്ങിയത് വീടിന് പുറത്തെങ്കിലും ഇറക്കി വെക്കാൻ നമുക്ക് സാധിക്കണം. വീടിന് പുറത്തെങ്കിലും നമ്മൾ ഇറക്കി വെക്കണം. ജോലിസ്ഥലത്തു നിന്നും വിവിധ പ്രദേശങ്ങളിൽ നിന്നും നമ്മുടെ യാത്രക്കിടയിൽ നിന്നുമൊക്കെ താങ്ങാനാകാത്ത പിരിമുറുക്കവും മാനസികമായ സംഘർഷവും ഒരുപക്ഷെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടി വന്നേക്കാം. അതൊന്നും താങ്ങിപ്പിടിച്ചാവല്ലേ നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ കയറി വരുന്നത്. ഭാര്യമാരെ, എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരെ, ഇസ്ലാമിക ഭവനം ആഗ്രഹിക്കുന്നവരെ, ശാന്തിയും സമാധാനവും തളം കെട്ടി നിൽക്കുന്ന ഒരു കുടുംബ ജീവിതത്തെ ആഗ്രഹിക്കുന്നവരെ, നിങ്ങളും മനസ്സിലാക്കണം, കാര്യങ്ങൾ പറയാനും അവതരിപ്പിക്കാനും ഒക്കെ സമയവും സന്ദർഭവും സാഹചര്യവും ഒത്തുകിട്ടുമ്പോഴാണ് പറയേണ്ടത്. വീട്ടിലേക്ക് കയറി വരുമ്പോ തന്നെ പരാതികളുടെ പട്ടിക നിരത്താൻ പാടില്ല എന്നർത്ഥം അല്ലേ? എന്നും കയറി വരുമ്പോ പറയാൻ തുടങ്ങും, ഉപ്പില്ല, മുളകില്ല, പഞ്ചസാരയില്ല, അരിയില്ല, മഞ്ഞളില്ല, മുളകില്ല. ഇല്ലായ്മയുടെ പട്ടികയാണ്. ഒരു ഭർത്താവ്, നീ എന്തെങ്കിലും ഒന്ന് ഉണ്ട് എന്ന് പറയാൻ തൗഫീഖ് ഉണ്ടാവുമോ എന്ന് ചോദിച്ചു. അവളുടെ മനസ്സിൽ അത് പതിഞ്ഞു. തൊട്ടടുത്ത ദിവസം ഭർത്താവ് വന്നപ്പോ പറയാൻ തുടങ്ങി, മുളക് വാങ്ങാനായിട്ടുണ്ട്, സോപ്പ് തീർന്നിട്ടുണ്ട്, അരി കഴിഞ്ഞിട്ടുണ്ട്, ഒക്കെ ഉണ്ടാണ്, ഫലം ഒന്ന് തന്നെ.
എപ്പോഴും പരാതി പറയുന്നവളായി മാറല്ലേ നിങ്ങൾ. ഇങ്ങനെയുള്ള ഒരു സ്നേഹത്തോടെയുള്ള പരസ്പരം അറിഞ്ഞും അംഗീകരിച്ചുകൊണ്ടുമുള്ള ഒരു കുടുംബ ജീവിതമാണ് നാം നയിക്കുന്നത് എങ്കിൽ എന്തൊരു സമാധാനമായിരിക്കും അത്. അതുകൊണ്ട് അംസിക് അലൈക ലിസാനക്, നിന്റെ നാവിനെ നീ അടക്കി ഒതുക്കി അവിടെ വെക്കണം. പ്രത്യേകിച്ച് ഭാര്യമാരാണ് ആ വിഷയം ശ്രദ്ധിക്കേണ്ടത്. ഭർത്താക്കന്മാർക്ക് അവരുടെ മേൽ ഒരു അധികാരവും ഒരു നിയന്ത്രിക്കാനുള്ള അവകാശവും അള്ളാഹു നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഭർത്താവ് എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴേക്ക് തിരിച്ച് രണ്ടു പറഞ്ഞാലേ സമാധാനമാവുകയുള്ളൂ എന്ന ഒരു മനസ്സ് ഒരു സ്ത്രീക്കും ഉണ്ടാകാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമതായി ആ സ്വഹാബിക്ക് പറഞ്ഞു കൊടുത്തത് വബ്കി അലാ ഖതിഅതിക്, നിന്റെ പാപമോർത്ത് നീ കരയണം. പ്രിയമുള്ളവരെ, ഇന്ന് വീട്ടിൽ ചെന്നിട്ട് ഓർക്കണം, ഇന്ന് ഈ ക്ലാസ്സിൽ കേട്ട പലതും പറഞ്ഞ എന്റെ ജീവിതത്തിൽ കേട്ട നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ തിരുത്തേണ്ടവയാണല്ലോ എന്നോർത്തുകൊണ്ട് കണ്ണ് നനയണം, മനസ്സ് കിടക്കണം. ഇവിടെ ഇല്ലെങ്കിൽ ഭാര്യയോടത് പങ്കുവെക്കണം. എന്നിട്ട് പരസ്പരം അള്ളാഹുവിന്റെ മുന്നിലൊന്ന് കണ്ണുനീർ പൊഴിക്കാൻ സാധിക്കണം. വബ്കി അലാ ഖതിഅതിക്, നിന്റെ തെറ്റോർത്ത് നിന്റെ പാപമോർത്ത് നീ കരയണം. മൂന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തു വൽയസഅക ബൈതുക്, നിന്റെ വീട് നിനക്ക് വിശാലമായി കിട്ടണം. എന്താണ് വീട് വിശാലമാവുക എന്ന് പറഞ്ഞാൽ? പ്രവാചക വചനത്തെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നു, വീട്ടിൽ ഉണ്ടാകേണ്ടവ മാത്രം ഉണ്ടാക്കുകയും പാടില്ലാത്തവ ഒഴിവാക്കുകയും ചെയ്യുക. അതാണ് വീട് വിശാലമാവുക എന്ന് പറഞ്ഞാൽ. വളരെ ചുരുക്കി പറഞ്ഞാൽ, ഒരു പലിശയുമായി ബന്ധമുള്ള ഒരു കലണ്ടർ പോലും തൂക്കാത്ത വീട്, അതാണ് വിശാലമായ വീട് എന്ന് പറഞ്ഞാൽ. നായയെ വളർത്താത്ത വീട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചില ആവശ്യങ്ങൾക്ക് വേണ്ടി നായയെ വളർത്താം, വേട്ടയ്ക്ക് വേണ്ടി, കൃഷിയുടെ കാവലിനു വേണ്ടി. ആട്ടിൻപറ്റത്തോടൊപ്പം ഒരു നായയും ഉണ്ടാകും, ആടുകൾക്ക് സംരക്ഷണം നൽകാൻ. അങ്ങനെയൊന്നുമല്ലാതെ ചൊറുക്കിനും മറ്റുമായി നായയെ വളർത്തുന്നവരില്ലേ? അവരുടെ നന്മകളിൽ നിന്ന് ഓരോ ദിവസവും ഓരോ ഖീറാത്ത് പ്രതിഫലം കുറയുമെന്ന് നബിയുനാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു. നായ വളർത്തുന്നവന്റെ നന്മയിൽ നിന്ന് ഓരോ ഖീറാത്ത്, ഓരോ ഉഹുദ് മലയോളം വലുപ്പത്തിൽ നന്മ കുറഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെയൊക്കെ നന്മ മൈനസ് ബാലൻസ് ആകുന്നു. പറഞ്ഞില്ലേ? പറഞ്ഞ മനസ്സിലായില്ലേ? ഓരോ ഖീറാത്ത് പ്രതിഫലം ഓരോ ദിവസം കുറയാൻ ആദ്യം ഖീറാത്ത് പ്രതിഫലം നമുക്ക് വേണ്ടേ? മൈനസ് ബാലൻസ് ആകും. സഹോദരങ്ങളെ, അപ്പോ അത്തരം ആവശ്യമില്ലാത്തത് ഒഴിവാക്കുക എന്നുള്ളതാണ് വീട് വിശാലമാവുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹി കിട്ടാമെന്ന് പറഞ്ഞ സമയത്ത് വഹി കിട്ടിക്കാണാത്തതിൽ പരിഭ്രാന്തനായി അങ്ങുമിങ്ങും നടന്ന് വീടിന്റെ പുറത്തിറങ്ങി മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ നിൽക്കുന്നത് കണ്ട് ജിബ്രീലിനോട് ചോദിച്ചു, അല്ല, എന്തേ പറഞ്ഞ സമയത്ത് കാണാതിരുന്നത്? നിങ്ങൾ മലക്കുകൾ വാക്കുകൾ ലംഘിക്കുന്നവരല്ലല്ലോ. മലക്കുകൾ പറഞ്ഞു, ഇന്നാ ലാ നദ്ഖുലു ബൈതൻ ഫീഹി സൂറ വകൽബ്, രൂപങ്ങളുള്ള നായയുള്ള വീടുകളിലേക്ക് റഹ്മത്തിന്റെ മലക്കുകൾക്ക് പ്രവേശനമില്ല, ഞങ്ങൾക്ക് പ്രവേശനമില്ല. നോക്ക് നിങ്ങൾ, രൂപങ്ങൾ അല്ലേ? നമ്മുടെ വീട്ടിൽ ഉമ്മമ്മാന്റെ ഫോട്ടോ, ഉപ്പപ്പാന്റെ ഫോട്ടോ, മരിച്ചുപോയ ഉപ്പപ്പാന്റെ ഫോട്ടോ അല്ലേ? പല രൂപങ്ങളും നമ്മുടെ ഷോക്കേസിൽ ഭംഗിക്ക് വെച്ചിരിക്കുന്നു. അതിനെയൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കർശനമായി വിലക്കിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിലനുവദിച്ചത് എന്താണ്? കുട്ടികൾക്ക് കളിക്കാൻ. അതുപോലെ തന്നെ അവമതിക്കുന്ന രൂപത്തിൽ ചവിട്ടിയിൽ രൂപമുണ്ട്, പ്രശ്നമല്ല, കാരണം നമ്മളെപ്പോഴും ചവിട്ടുന്ന സാധനമാണ്. അങ്ങനെ നിന്ദിക്കുന്ന സ്ഥലങ്ങളിൽ ആവാം. എന്നാൽ വിരിപ്പിൽ കണ്ടപ്പോൾ അല്ലേ, ചുമരിൽ കാണുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ തകർത്ത് കളയാനും പൊളിച്ചു മാറ്റാനും പറയുന്ന ഹദീസുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. അതുകൊണ്ട് വീട്ടിൽ ഉണ്ടാകാൻ പറ്റുന്നത് മാത്രമേ ഉണ്ടാകാവൂ എന്നാണ്. വീട് നന്നാവാൻ വേണ്ടി 3 കാര്യങ്ങൾ ഒരു സ്വഹാബിക്ക് പ്രത്യേകം പഠിപ്പിച്ചു കൊടുത്തപ്പോൾ മൂന്നാമതായി പറഞ്ഞു, വൽയസഅക ബൈത്, നിന്റെ വീട് വിശാലമാകണം. ആവശ്യമുള്ളതേ വീട്ടിലുണ്ടാകാൻ പറ്റുള്ളൂ, ആവശ്യമില്ലാത്തതൊക്കെ വീട്ടിൽ നിന്ന് ഒഴിവാക്കണം. ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും മര്യാദകൾ പാലിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നേറുന്നത് എങ്കിൽ തീർച്ചയായും നമ്മുടെ കുടുംബം ഇസ്ലാമിക കുടുംബമാവുകയും നമ്മുടെ വീട് ഇസ്ലാമിക ഭവനമായി തീരുകയും ചെയ്യും. നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ
അടിയന്തര സാഹചര്യത്തിൽ ഉണ്ടായിത്തീരുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും തർക്കങ്ങളും മക്കളറിയാതെ കാത്തു സൂക്ഷിക്കണം. മക്കളറിയാതെ കാത്തു സൂക്ഷിക്കണം. അല്ലെങ്കിൽ എന്താ, ആ കുടുംബത്തിൽ ഇസ്ലാമികത തന്നെ നഷ്ടപ്പെടും. പിന്നെന്നെ എങ്ങനെയാണ് എന്ന് ആ മക്കൾ തെറ്റിദ്ധരിക്കും. പക്ഷെ അടിയന്തര സാഹചര്യത്തിൽ പരസ്പരം ധാരണ പിശകുകൾ ഉണ്ടായതാവാം. പക്ഷേ അവരതറിയരുത്. അല്ലേ? ഒരു മകനും മകളും തമ്മിൽ വലിയ തർക്കമാണ്. അനിയത്തിയുടെ മുടി പിടിച്ച് വലിച്ച് മുതുകിൽ ഇടിക്കുന്നു. എന്താണോ നിങ്ങൾ കാണിക്കുന്നത് ചോദിക്കുമ്പോ ഞങ്ങൾ ഉപ്പിയും മീൻ കളിക്കുകയാണ്, ഞങ്ങൾ ഉപ്പിയും മീൻ കളിക്കുകയാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? അങ്ങനെയാണ് നമ്മുടെ മക്കൾ കണ്ടു വളരുന്നത് എങ്കിൽ അൽ ഖുദ്വ അസ്വാലിഹ, മാന്യമായ ഒരു മാതൃകയാകാൻ കുടുംബനാഥന് സാധിച്ചില്ലെങ്കിൽ ആ കുടുംബം തകരുക തന്നെ ചെയ്യും. ആ വീട്ടിൽ സമാധാനമില്ലാതാവുക തന്നെ ചെയ്യും. മക്കളോട് നീതി കാണിക്കുക, നീതി കാണിക്കുന്നുണ്ടെന്ന് ബോധ്യപ്പെടുത്തുക. ഇസ്ലാമിക ഭവനമാകാനുള്ള മറ്റൊരു മര്യാദയാണ് ഈ പറഞ്ഞത്. മക്കളോട് നീതി കാണിക്കണം, നീതി കാണിക്കുന്നുണ്ട് എന്ന് അവർക്ക് ബോധ്യപ്പെടണം. 3 വയസ്സുള്ള മകളെ നോക്കാൻ ഏൽപ്പിക്കുന്നത്, 1.5 വയസ്സുള്ള മകനെ നോക്കാൻ ഏൽപ്പിക്കുന്നത് 3 വയസ്സുള്ള മകളെയാണ്. ഉമ്മ അടുക്കളയിലെ ജോലി ചെയ്യുന്നു, ഉപ്പ പുറത്തു പോകുന്നു. 1.5 വയസ്സുള്ള കുട്ടി കയ്യിലുണ്ടായിരുന്ന വടി കൊണ്ട് താത്തയെ അടിക്കുന്നു. ഇനിയും അടി കിട്ടാതിരിക്കാൻ വേണ്ടി അത് വാങ്ങുന്നു. ഉമ്മ അടുക്കളയിൽ നിന്ന് വരുമ്പോ കാണുന്നത് കുട്ടി നിന്ന് കരയുന്നുണ്ട്, മകളെ കയ്യിൽ വടിയുണ്ട്. ചോദിക്കാൻ പോലും നിൽക്കാതെ ആ വടി വാങ്ങി ഉമ്മയുടെ വകയും 2 അടി കൊടുക്കുന്നു. വൈകുന്നേരത്ത് ബാപ്പ വന്നപ്പോ സങ്കടത്തോടെ മോള് ചെന്ന്, ഉപ്പ ഇന്നെന്നെ ഉമ്മ അടിച്ചു എന്ന് പരാതി പറയുന്നു. നീ അടിച്ചോ എന്ന് അടുക്കളയിലേക്ക് വിളിച്ചു ചോദിക്കുന്നു. കുട്ടിയെ വികൃതി കാണിച്ചിട്ടാണെന്ന് പ്രതികരിക്കുന്നു. ഉപ്പ ദേഷ്യപ്പെടുകയും കൈകൊണ്ടൊന്ന് അടിക്കുകയും ചെയ്യുന്നു. ഈ ഉദാഹരണം എടുത്തിട്ട് കുട്ടികളുടെ മനഃശാസ്ത്രം എന്ന ഗ്രന്ഥം രചിച്ച മുരളീധരൻ മുല്ലമറ്റം പറയുകയാണ്, ഈ മകൾക്ക് ആ ഉപ്പയോടും ഉമ്മയോടും സ്വാഭാവികമായും വിദ്വേഷവും പകയും ഉണ്ടാവുക തന്നെ ചെയ്യും. എന്തേ കാരണം? ചോദിക്കാൻ പോലും നിന്നില്ല എന്താ ഇവിടെ ഉണ്ടായത്, കാരണം പോലും അന്വേഷിച്ചില്ല. ആ കുഞ്ഞു നാമ്പിൽ, ആ ചെറിയ ഹൃദയത്തിൽ അവൾ പോലും വിചാരിക്കാതെ അവളുടെ മനസ്സ് പറയും, ഉപ്പാക്ക് ഇന്നഷ്ടല്ല, ഉമ്മാക്ക് ഇന്നഷ്ടല്ല, അല്ലെങ്കിലും ഞാൻ പെൺകുട്ടിയല്ലേ, ഇന്നഷ്ടല്ല. ഇത് വളർന്ന് വലിയ പ്രശ്നമായി തീരുകയും കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കുകയും ചെയ്യുമെന്നാണ് മനഃശാസ്ത്ര വിദഗ്ധന്മാർ ആ വിഷയത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് നമ്മൾ നീതി കാണിച്ചാൽ പോരാ, നീതി കാണിക്കുന്നു എന്ന് അവർക്ക് ബോധ്യപ്പെടുത്തണം. എപ്പോഴും നമ്മുടെ കുട്ടികളുടെ പ്രശ്നവും പ്രതിസന്ധിയും പറഞ്ഞ്, ന്യൂനതകൾ പറഞ്ഞ് അവരെ വേദനിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. നീ അങ്ങനെയാണ് ഇങ്ങനെയാണ് അല്ലേ? കുട്ടികൾക്ക് തീരുമാനിക്കാൻ പോലും കഴിയാത്ത വിഷയങ്ങളാണ് നമ്മുടെ നാവിൽ നിന്നുണ്ടാകുന്നത്. അതെന്താ? എന്തെങ്കിലും ഒരു വിഷയത്തിന് നമ്മൾ പുറപ്പെടുമ്പോ, പക്ഷേ ഞാനും പോരട്ടെ, ഈ ചെറിയ കുട്ടിയല്ലേ അല്ലേ, ഞാൻ ചെറിയ കുട്ടി അതുകൊണ്ട് എനിക്ക് പറ്റൂല. അവരുടെ മനസ്സിൽ അങ്ങനെ ഉണ്ട്. കുട്ടിക്കൊരു മിഠായി കൊടുത്തു, ചെറിയ കുട്ടിക്ക്, അവൾക്ക് കൊടുത്തില്ല. പക്ഷേ എനിക്കില്ലേ, ഇത് വലിയ കുട്ടിയല്ലേ. കുട്ടി ഇപ്പൊ എന്ത് കുട്ടിയാ, വലിയ കുട്ടിയാ ചെറിയ കുട്ടിയാ? ഇത് മാനസികമായ സംഘർഷത്തിനും സ്വന്തം മാതാപിതാക്കളോട് വിദ്വേഷത്തിനും കാരണമാകുമെന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. അതുകൊണ്ട് പറയുന്ന പദപ്രയോഗങ്ങൾ പോലും കുടുംബത്തിലെ സമാധാനത്തെയും അസമാധാനത്തെയും ബാധിക്കുമെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. മാത്രവുമല്ല, നമ്മുടെ മക്കൾക്കിടയിൽ മാന്യത അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം, മര്യാദ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. നമസ്കാര നിഷിദ്ധമായ സമയത്ത് സുബഹിന് പോലും എഴുന്നേൽക്കാതെ ഉമ്മ കിടന്നുറങ്ങിയാൽ അത് വലിയ അപകടങ്ങൾ ഉണ്ടാക്കും എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അവരെ വിളിച്ചുണർത്തി അവർക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും അവരെ നമസ്കാരത്തിന് ശീലിപ്പിക്കാനും അവരതിന് പ്രേരിപ്പിക്കാനും ഖുർആൻ ഓതുന്ന ഒരു മാതൃകായോഗ്യമായ മാതാപിതാക്കളായി മാറാനും പ്രിയമുള്ളവരെ നമ്മൾക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. മുരളീധരൻ മുല്ലമറ്റം അദ്ദേഹത്തിന്റെ കുട്ടികളുടെ മനഃശാസ്ത്രം എന്ന ഗ്രന്ഥത്തിൽ ഓരോ ഉദാഹരണങ്ങൾ ഇങ്ങനെ എടുത്തു കൊടുക്കുന്നത് കാണുമ്പോൾ
എന്റെ വീട്ടിൽ നടക്കുന്നത് അയാൾ അറിഞ്ഞോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കും. മനസ്സിലായോ? പടച്ചവനെ ഇതെങ്ങനെ ഇപ്പൊ മൂപ്പരറിഞ്ഞത് എന്ന് നമ്മൾ ആലോചിക്കും. കാരണം നമ്മളെ കുടുംബങ്ങളിലൊക്കെ അതുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. സഹോദരങ്ങളെ, മുഹമ്മദ് സ്വാലിഹ് അൽ മുനജ്ജിദ് ഹഫിളഹുല്ല അദ്ദേഹത്തിന്റെ അർബഊന അൻ നസീഹ എന്ന ഗ്രന്ഥത്തിൽ, അർബഊന നസീഹ ലി ഇസ്ലാഹിൽ ബുയൂത്ത് എന്ന ഗ്രന്ഥത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പുസ്തകത്തിൽ ഒരു ഹെഡിങ് കൊടുത്തത് എന്താണെന്നറിയോ? TV വേണ്ട. വീട് നന്നാവാനുള്ള ഒരു ഉപദേശം എന്താ? TV വേണ്ട. അത്ര അപകടമായി ഇന്നത് മാറിയിരിക്കുന്നു. നമ്മുടെ വീട്ടിൽ നടക്കുന്ന അനവധി നിരവധി തിന്മകൾക്ക് തിരി കൊളുത്തുന്നത് TV ആണ് എന്നതിൽ ഒരു തർക്കവുമില്ല സഹോദരങ്ങളെ. വർഷങ്ങൾക്ക് മുമ്പ് MSMന്റെ കീഴിൽ എല്ലാ വർഷവും നടത്തി വരാറുള്ള 10ാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് വേണ്ടി 10 ദിവസത്തെ ക്യാമ്പ് ആദ്യം പേര് രജിസ്റ്റർ ചെയ്യുന്ന 60 വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തുമ്പോൾ കൂട്ടത്തിൽ ഒരുത്തനെ കൊടുന്ന് ചേർക്കുമ്പോൾ തന്നെ വാപ്പ പറഞ്ഞു, നിങ്ങളോനെ നല്ല നോക്കണം, എല്ലാ തെറ്റും ഓൻ്റെ അടുത്തുണ്ട്, നല്ല ശ്രദ്ധിക്കണം, എല്ലാ കച്ചറയുണ്ട്, ഇന്നെ പോരെന്നൊക്കെ പറയും, വിടരുത്. നല്ലൊരു മുഖദ്ദിമയൊക്കെ തന്ന് ആമുഖമൊക്കെ തന്നിട്ടാ മൂപ്പര് പോണത്. പറഞ്ഞതുപോലെ വൈകുന്നേരമായപ്പോൾ എനിക്ക് പോണം, സമ്മതിച്ചില്ല, അനുവദിച്ചില്ല. 2ാമത്തെ ദിവസവും വാശി പിടിച്ചു, അനുവദിച്ചില്ല. 3ാമത്തെ ദിവസം നമ്മുടെ ഒരു സുഹൃത്തിന്റെ പ്രഭാഷണം, നമ്മുടെ സുഹൃത്തിന്റെ ക്ലാസ് കഴിഞ്ഞ് കണ്ണ് നിറഞ്ഞുകൊണ്ടത് കേൾക്കുന്നത് കണ്ട് ക്ലാസ് കഴിഞ്ഞ ഉടനെ അവൻ സംഘാടകരെ സമീപിച്ച് എന്റെ വീട്ടിലേക്കൊന്ന് എനിക്ക് വിളിക്കണമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വിളിച്ച് സംസാരിക്കുമ്പോൾ അവന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ചാലിട്ടൊഴുകുന്നത് സംഘാടകർ കാണുകയാണ്. മൊബൈല് തന്ന് അവൻ പോയിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോ അവന്റെ വീട്ടിൽ നിന്നൊരു കോൾ. എത്ര പറഞ്ഞാലും ഇതിന് നന്ദിയാവൂല. എന്റെ മോൻ വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ആദ്യമായി എന്നോട് സലാം പറഞ്ഞു. ബാപ്പ പറയാണ്, അസ്സലാമു അലൈക്കും എന്നെന്റെ മോൻ എന്നോട് പറഞ്ഞു. എന്റെ ഉമ്മാന്റെ കാര്യങ്ങൾ, അവന്റെ ഉമ്മയുടെ വിശേഷങ്ങൾ അവൻ ചോദിച്ചറിഞ്ഞു. ഉപ്പാ, ഞാൻ 10 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് നിറകണ്ണുകളോടെ എന്റെ മകൻ സമ്മതിച്ചു. ഫോൺ അവസാനിപ്പിക്കുമ്പോ എന്റെ മോൻ പറഞ്ഞത് എന്താണെന്നറിയോ? ഉപ്പാ, 10 ദിവസം കഴിഞ്ഞ് ഞാൻ വരുമ്പോഴേക്ക് നമ്മുടെ വീട്ടിലെ ടിവിയുടെ ചാനൽ കട്ട് ചെയ്യണം ബാപ്പാ എന്ന് പറഞ്ഞാണ് അവൻ ഫോൺ വെച്ചത്. സഹോദരങ്ങളെ, നോക്ക് നിങ്ങൾ, TV ഉണ്ടാക്കുന്ന അപകടത്തിന്റെ ആഴം ഇനി അധികം ഉദാഹരണങ്ങൾ വിശദീകരിക്കണോ? ഒരു ബാപ്പ മകനെ കൊടുന്ന് ചേർക്കുമ്പോ എനിക്കോ നന്നായില്ലെങ്കിലും വേണ്ടില്ല, നിന്റെ പോലെ 5 നേരം നിസ്കരിച്ചാ മതി, ഇതാ മൂപ്പര പ്രയോഗം. അവൻ നമസ്കാരം പഠിച്ചു, അവൻ ശീലിച്ചു. ക്യാമ്പ് കഴിഞ്ഞു. മാസങ്ങൾ കഴിഞ്ഞപ്പോ ആ രക്ഷിതാവ് വിളിച്ചു പറയാണ്, ചോദിക്കുകയാണ്, മുതിർന്ന ആളുകൾക്ക് നിങ്ങൾ വല്ല ക്യാമ്പും സംഘടിപ്പിക്കുന്നുണ്ടോ? ഇല്ല, MSMന്റെ കീഴിലില്ല. നിങ്ങൾ എന്തിയാ അങ്ങനെ ചോദിക്കാൻ? അല്ല, ആ ക്യാമ്പിൽ എന്നെപ്പോലെ നമസ്കരിക്കുന്നവനായി മാറണമെന്ന് വിചാരിച്ചാണ് ഞാൻ കൊടുന്നാക്കിയത്. ഇപ്പൊ ഞാൻ ചിന്തിക്കാണ്, മോനെപ്പോലെ എനിക്കും ആകണം. അവൻ 5 നേരം ജമാഅത്തായി നമസ്കരിക്കുന്നവനാണ്. സുബുഹിന് മുമ്പേ എഴുന്നേറ്റ് തഹജ്ജുദ് നമസ്കരിക്കുന്നവനാണ്. സുബുഹിന് എന്നെ വിളിച്ചു നിർത്തി എന്റെ കയ്യും പിടിച്ച് പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നവനാണ്. അവനെപ്പോലെ എനിക്കും ആകണം. അതിനു പറ്റിയ ക്യാമ്പുണ്ടോ എന്ന ചോദ്യം. ഇത്തരം സംവിധാനങ്ങളെയും നന്മ പകരുന്ന സംഘടനകളെയും കുറ്റം പറയുന്നവരെ, വിലക്കുന്നവരെ, അതിന്റെ അല്ലറ ചില്ലറ ന്യൂനതകൾ പർവ്വതീകരിച്ച് ഊതി വീർപ്പിച്ച് അതിന്റെ തിന്മകൾ മാത്രം സമൂഹത്തിൽ അവതരിപ്പിച്ച് അതിന്റെ നന്മകളെ ചോദ്യം ചെയ്യുന്നവരെ, തിരുത്താൻ മനസ്സ് കാണിക്കുന്നതിന് പകരം മാറി നിൽക്കുന്നവരെ, ഇത്തരം നന്മകളുടെ പുണ്യവും പ്രതിഫലനവും നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത് അത്തരം സംവിധാനങ്ങളുമായി നമ്മുടെ മക്കളെ ഒന്ന് ബന്ധിപ്പിക്കണം. എല്ലാ ആഴ്ചയും മഞ്ചേരിയിൽ CRE ക്ലാസ് നടക്കുന്നുണ്ട്. എല്ലാ ഞായറാഴ്ചയും നമ്മുടെയൊക്കെ എത്ര മക്കള് ഡിഗ്രി, +2, ഹൈസ്കൂൾ, SSLC തലങ്ങളിലുള്ള നമ്മുടെ ആണും പെണ്ണും അതിൽ പങ്കെടുക്കാറുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഇതേ ഹാളിൽ ഒന്നുകിൽ ബുധൻ, അല്ലെങ്കിൽ വെള്ളി, അല്ലെങ്കിൽ ചൊവ്വ ദിവസങ്ങളിൽ മാറി മാറി മഞ്ചേരി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി CRE ക്ലാസ് നടക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞത് സംവിധാനങ്ങൾക്കൊന്നും ഒരു കുറവില്ല.
പക്ഷേ ആ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നവർ നമ്മുടെ കൂട്ടത്തിൽ എത്രയുണ്ട് എന്നതാണ് പ്രശ്നം. അതാണ് പ്രശ്നം. എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന രൂപത്തിൽ QSLS ക്ലാസുകൾ, ആർക്കും പങ്കെടുക്കാവും വിധത്തിൽ കുടുംബവിജ്ഞാന വേദികൾ, പ്രത്യേകം വിദ്യാർത്ഥികൾക്ക് വേണ്ടി CRE ക്ലാസുകൾ, കുറച്ചുകൂടി പ്രബോധന രംഗത്ത് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വിസ്ഡം സ്കൂളുകൾ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ അതിലൊക്കെ ഈ കാണുന്ന നിങ്ങളല്ലാതെ ആരാ ഉണ്ടാകാറുള്ളത്? അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നല്ല ഒരു തലമുറ ഇവിടെ വളർന്നു വരണം. അതാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. അൽഹംദുലില്ലാ, നമ്മുടെ ദഅവ പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നിട്ടിറങ്ങിയപ്പോൾ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ഇസ്ലാമിന്റെ സന്ദേശം ചുരുക്കി പഠിപ്പിച്ചു കൊടുക്കാൻ, പതിനായിരങ്ങൾക്ക് വിശദമായി പഠിപ്പിച്ചു കൊടുക്കാൻ, ആയിരങ്ങൾക്ക് ആഴത്തിൽ പഠിക്കാൻ, നൂറുകണക്കിന് ആളുകൾക്ക് ഇസ്ലാമിനെ കുറിച്ച് എനിക്ക് കൂടുതൽ അറിയണമെന്ന് ചിന്തിക്കാൻ, 10ലധികം ആളുകൾക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ അതൊരു കാരണമായിട്ടുണ്ട്. അള്ളാഹു അതിനൊക്കെ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ ഭാഗമായി വ്യത്യസ്ത ദഅവ പ്രവർത്തനങ്ങൾ നമുക്കറിയാം. നമ്മുടെ ഖുർആൻ ഇന്റർനാഷണൽ സെമിനാർ അല്ലേ, അതിന്റെ ഉദ്ഘാടന കർമ്മം വരുന്ന ഞായറാഴ്ച ബാംഗ്ലൂരിൽ വെച്ച് നടക്കുകയാണ്. അള്ളാഹു ജനങ്ങൾക്ക് ഗുണം ലഭിക്കുന്ന, ഫലം ചെയ്യുന്ന ഖുർആനും ഹദീസും പഠിച്ച് എന്റെ ജീവിതം നന്നാക്കേണ്ടതുണ്ട് എന്ന് ചിന്തിക്കാൻ ഉതകുന്ന രൂപത്തിൽ ആ പ്രോഗ്രാമിനെ നയിക്കാനുള്ള വിവേകവും പക്വതയും നമ്മുടെ നേതൃത്വത്തിനും അനുസരണയും അച്ചടക്കവും നമ്മുടെ അനുയായികൾക്കും അള്ളാഹു നൽകുമാറാകട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ഞാൻ വളരെ ചുരുക്കി മാത്രമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ 3 ഗ്രന്ഥങ്ങളിൽ നിന്നും വായിച്ചെടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അന്യർക്ക് പ്രവേശനമില്ല. അത് നമ്മുടെ വീട്ടിലാ വേണ്ടത്. മനസ്സിലായില്ലേ? അന്യർക്ക് പ്രവേശനം ഉണ്ടായിക്കൂടാ. എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വീട്ടിൽ തീരെ കയറിക്കൂടാന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. അതിനൊക്കെ ഒരു നിയന്ത്രണവും, ആർക്കും എപ്പോഴും കയറി വന്ന് നമ്മളെ ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുത്ത് കുടിച്ചു പോവുക, അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായാലോ? നിങ്ങളെ ഫ്രിഡ്ജ് കേടുന്നിട്ടുണ്ട് എന്ന് അയൽവാസി തീരുമാനിച്ചു വരും, എന്നിട്ട് നേരാക്കുക. അങ്ങനെ ആയാലോ? അത്തരം കുടുംബങ്ങളിലെ ഭാര്യമാരെ ഭർത്താക്കന്മാർ സംശയിക്കുന്നതിൽ ഭാര്യമാര് സൂക്ഷിക്കണം. എപ്പോഴെങ്കിലും ഒരു ഫ്രിഡ്ജ് കേടുന്നിട്ട് വന്നാൽ നമ്മൾ സംശയിക്കാനും പോകണ്ട. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള കാര്യങ്ങൾ വകതിരിവോടുകൂടി അറിഞ്ഞുകൊണ്ടായിരിക്കണം നമ്മൾ ഓരോരുത്തരും ഇടപഴകേണ്ടത് എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. മക്കൾക്കൊക്കെ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. സ്മാർട്ട് ഫോൺ വേണം എന്ന് വാശി പിടിക്കുമ്പോൾ അതിന്റെ ഉപകാരവും ഉപദ്രവവും അവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഉപകാരത്തേക്കാൾ ഉപദ്രവമാകുമെന്ന് തോന്നുന്നത് നമ്മൾ ഒഴിവാക്കണം. അതുപോലെ ഈ വിഗ്രഹങ്ങള്, നക്ഷത്രങ്ങള്, ക്ഷുദ്രമാലകള്, ഭജനമാലകൾ പോലുള്ളവ വീടുകളിൽ തൂക്കാതിരിക്കണം. പുകവലി പാടില്ല. അതും ബസ്സിലെഴുതേണ്ട പ്രമേയല്ല. അത് വീട്ടിലൊരിക്കലും ഉണ്ടാകാൻ പറ്റാത്ത കാര്യമാണ്. മനസ്സിലുണ്ടോ? പുകവലി പാടില്ല. ഇതൊക്കെ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ നിന്നും നേരെ മലയാളമാക്കി പറയുന്നു എന്ന് മാത്രം. ഏതായാലും ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ വിഷയം ആഴത്തിൽ പഠിക്കേണ്ട ഒരു വിഷയമാണ്. അപ്രതീക്ഷിതമായി വന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ വളരെ ചുരുക്കി മാത്രമാണ് ഇവിടെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ കുടുംബം, നമ്മുടെ ഭവനം ഇസ്ലാമികമായി തീരാൻ ഇതല്ലാത്തതുമായ മര്യാദകൾ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം, പഠിക്കണം, പാലിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയിൽ മുന്നേറാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും പ്രായത്തിന്റെ പ്രസരിപ്പ് കൊണ്ടോ വിവേകത്തിന്റെ കുറവ് കൊണ്ടോ സന്ദർഭത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയോ സാഹചര്യത്തിന് അടിമപ്പെട്ടോ ഞങ്ങൾ ചെയ്തു പോയതാണ്. പാപികളായ ഞങ്ങൾക്കതെല്ലാം പുറത്ത് മാപ്പാക്കി തരണം റഹ്മാനെ. അല്ലാഹുവേ, ഇസ്ലാമിക മര്യാദകൾ പാലിക്കുന്ന ഒരു കുടുംബജീവിതം നയിക്കാൻ ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കും നീ തൗഫീഖ് നൽകണം റഹ്മാനെ. ഞങ്ങളുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുകയും ഞങ്ങളിൽ വന്നുപോയ പാപങ്ങൾ പുറത്തു തരികയും ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് ശിഫയും ശമനവും സൗഖ്യവും നൽകി ആരോഗ്യവും ആയുസ്സും തിരിച്ചു കൊടുക്കണം റഹ്മാനെ. കടം കൊണ്ടും മറ്റും പ്രയാസപ്പെടുന്നവർക്ക് അതിൽ നിന്ന് മോചനം നൽകണം റഹ്മാനെ. അല്ലാഹുവേ, മക്കളിലൂടെ പരീക്ഷിക്കപ്പെടുന്നവർക്ക് അതിൽ നിന്ന് മോചനം നൽകണം റഹ്മാനെ.
സ്വന്തം പെൺമക്കളെയും സഹോദരിമാരെയും കെട്ടിച്ചയക്കാൻ ബുദ്ധിമുട്ടുന്നവർക്ക് നല്ലവരെ ഏൽപ്പിക്കാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനെ. മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا صيامنا وقيامنا وركوعنا وسجودنا واعتدالنا ودعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا وأستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.